ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വരാനും നിങ്ങളെ ശുശ്രൂഷിപ്പാനും സർവശക്തനായ ദൈവം നൽകിയ വിലപ്പെട്ട സാവകാശത്തിനായിട്ട് സ്തോത്രം. ഈ ദൈവസഭയുടെ ശുശ്രൂഷകൾക്ക് ദൈവത്താൽ നിയമിതനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, കുടുംബം, കുഞ്ഞുങ്ങൾ, ഈ ദൈവസഭയിലെ അനുഗ്രഹീതരായ ദൈവമക്കൾ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുന്ന ദൈവജനം എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രതീക്ഷയോടെ ദൈവസഭ ക്രമീകരിച്ചിരിക്കുന്ന ഉപവാസമാണ്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവസേനയിൽ ഇരിക്കുന്നെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആമേൻ. കർത്താവ് ഇന്ന് അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് ഞങ്ങളുടെ ചർച്ച നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. കാരണം ആമേൻ, കർത്താവിൻ്റെ പ്രസൻസ് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് ഞാൻ മാനുഷ്യമായിട്ടൊന്നും പറയാറില്ല. എന്നാൽ ചിലയിടത്ത് ചെല്ലുമ്പോൾ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയത്തില്ല. അവിടെ പിന്നെ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് കൊടുത്തിട്ട് പോകും. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ആമേൻ, ഇതിനകത്ത് ഇവിടെ നിൽക്കുമ്പോൾ കർത്താവ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ നിറവേറാൻ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നമ്മളിവിടെ ഇരുന്ന് ഉപവസിക്കുമ്പോൾ സ്പിരിറ്റ് റിലത്തിനകത്ത് ഡെലിവറൻസുകൾ നടക്കും. ആമേൻ. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ പ്രാർത്ഥനയിൽ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് കർത്താവ് ഇന്നൊരു പോർട്ടൽ തുറക്കും. ആത്മതലത്തിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരം ചലിക്കപ്പെടും. കഴിഞ്ഞ ഡിസംബർ 29 കർത്താവ് ഞങ്ങൾക്ക് അന്ന് ചേർച്ച് ഡെഡിക്കേറ്റ് ചെയ്ത് ആമേൻ അങ്ങോട്ട് കയറാൻ കർത്താവ് കൃപ നൽകിയത്. നീണ്ട 13 വർഷത്തിലധികം ആമേൻ നിരന്തരം മാറി മാറി പല വാടക കെട്ടിടങ്ങളിൽ ഞങ്ങൾ ആരാധിക്കുമായിരുന്നു. എന്നാൽ കർത്താവ് നിയോഗത്തോടൊരു ആമേൻ ഒരു സ്റ്റെപ്പ് വെക്കാൻ കർത്താവ് സഹായിച്ചു. അത് അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായൊരു ചർച്ചായിട്ട് കർത്താവ് ക്രമീകരിച്ച് തന്നു. ഞങ്ങൾ ഈ ഏപ്രിൽ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് നടക്കാനിടയായി തീർന്നു. ഏപ്രിൽ 1 തൊട്ട് 21 വരെ. പ്രൈസ് ലോ. ഞങ്ങളുടെ ചർച്ച ക്ലോക്കില്ല. ആമേൻ. പ്രൈസ് ലോ. മീറ്റിംഗ് തുടങ്ങി പരിശുദ്ധാത്മ എപ്പോൾ അവസാനിപ്പിക്കാൻ പറയും അന്നേരമാണ് അവസാനിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ആമേൻ 21 ഡേയ്സിൽ ആദ്യമൊക്കെ മണിക്കൂറുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന തലമാ. ആമേൻ. മണിക്കൂറുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും ദൈവമക്കൾ. ആമേൻ. ഒരു 3 മാസത്തിൽ കൂടുതലൊന്നും ചർച്ചിനകത്ത് അഭിഷേകം പ്രാപിക്കാതെ ആരും ഇരിക്കരുത്. ആമേൻ. ഒരു ചേർച്ച് എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിംഗ് അല്ല. ആമേൻ. ഇവിടെ കൂടിയിരിക്കുന്ന തീ കത്തുന്ന ആത്മാക്കളാണ്. ആമേൻ. കുഞ്ഞുങ്ങളെപ്പോലും ദൈവം നിറയ്ക്കും. ദാഹമുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ, ആഗ്രഹമുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഇന്നും ദൈവം നിങ്ങളെ നിറയ്ക്കാനിടയായിത്തീരും. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു തുള്ളിയും തരത്തില്ല. പ്രൈസല്ലോ. കാരണം പിന്നെയും വേണമെന്ന് പറഞ്ഞ് ദാഹിച്ചിരിക്കുന്ന അനേകരുണ്ട്. ഇന്ന് ദാഹത്തോടെ ഇരിക്കുന്നവർക്കായി അതല്ല പറയാൻ വന്നത്. ഉപവാസത്തിൻ്റെ 17ാമത്തെ ദിവസം എനിക്കൊന്ന് അന്ന് കർത്താവിൻ്റെ ഷിബു പിന്മഴയാന്ന് തോന്നുന്നു. അദ്ദേഹത്തെ ആമേൻ റെസ്റ്റ് എടുക്കുന്ന വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ ആമേൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആമേൻ മേളിൽ ഞങ്ങളുടെ ഒരു ഡോക്ടർ സാറുണ്ട്. ആമേൻ ക്ലിനിക്ക് നടത്തുന്നത്. അദ്ദേഹം ഞങ്ങളുടെ ചർച്ചിൽ ആരാധനയ്ക്ക് കൂടുന്നത്. അദ്ദേഹം ഓടി വന്നിട്ട് പറയാം, എന്നെ കൈ പിടിച്ചിട്ടുണ്ട്, പക്ഷെ വല്ലതും അറിഞ്ഞോ? ഞാൻ ചോദിച്ചു, എന്തോ പറ്റി? ഹല്ലേലൂയ. എന്തോ പറ്റി? ആമേൻ. ഞാൻ പറഞ്ഞൊന്നും അറിഞ്ഞില്ല. ആമേൻ. ഇവിടുത്തെ താഴത്തെ ദേവി ഇറങ്ങിപ്പോയെന്ന്. താഴത്തെ ദേവി ഇറങ്ങിപ്പോയെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലയോ? ഹല്ലേലൂയ. താഴെയുള്ള ദേവി ഇറങ്ങിപ്പോയി. അവർ പ്രശ്നം വെച്ച് ഇനിയും പുനഃപ്രതിഷ്ഠയുടെ പരിപാടി നടക്കാൻ പോവാന്ന്. നിങ്ങളിവിടെ ഉണ്ടോ? ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് കുടിയിരുത്തിയേക്കുന്ന സംഭവം ആമേൻ ദൈവമക്കൾ ഉപവാസം തുടങ്ങി 17ാമത്തെ ദിവസം ഇറങ്ങിപ്പോയെങ്കിൽ ഇന്ന് രാവിലെ ഈ ദേശത്ത് ഈ ദൈവസഭ ക്രമീകരിച്ചിരിക്കുന്ന ഉപവാസത്തിൽ ആത്മാവി ചലിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇവിടെ ഇരുന്ന് സ്തോത്രം മുഴക്കുമ്പോൾ നിശ്ചയമായിട്ട് അതികുറഞ്ഞതൊന്നും ആഗ്രഹിക്കരുത് ദൈവമക്കൾ. ദൈവദേശത്തെ ഒരു സഭയെ ദൈവം തിരുഹൃദയത്തിനകത്ത് പണിത് വെച്ചേക്കുന്നത് നമുക്കെന്തെങ്കിലും കാട്ടിക്കൂട്ടാനല്ല, ദൈവത്തിനെന്തോ ചെയ്യാനാ. ആമേൻ. അങ്ങനാണെങ്കിൽ ഈ 21 ദിവസത്തെ ഉപവാസം കഴിയുന്നതിന് മുമ്പ് ദൈവം ഈ സഭയെക്കുറിച്ച് ഈ ദേശത്ത് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഇന്ന് പകലും കർത്താവ് അത് ചെയ്യട്ടെ. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയ രാഴ്ചന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ, കുറച്ചേ പറഞ്ഞുള്ളൂ. ഒത്തിരി സാക്ഷ്യമുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാം വിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുക. ഹല്ലേലൂയ. എല്ലാം വിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുക. ആമേൻ.
അല്ലെ ബിലിവേഴ്സ് കീമോ ചെയ്യാനായിട്ട് റേഡിയേഷൻ ചെയ്യാനായിട്ട് അഡ്മിറ്റ് ആകുന്ന സമയത്താണ് അപ്പോഴേ ആത്മാവിൽ എനിക്ക് ക്ലിക്കായി, ഇത് രോഗമല്ല, ഇത് രോഗാത്മാവാണ്. ഹല്ലേലൂയ. രോഗം ചികിത്സിച്ചാൽ സൗഖ്യമാകും, രോഗാത്മാവിനെ ചികിത്സിച്ചാൽ കൂടുതൽ അവശരാകത്തേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ദൈവാത്മാവിൽ പറഞ്ഞ വാക്ക് അച്ഛൻ കേട്ടിട്ട് ആമേൻ ട്രിവാൻഡ്രത്ത് വന്നു. ഹല്ലേലൂയ. ആമേൻ. അവിടെ ചെയ്ത ടെസ്റ്റുകളെല്ലാം തന്നെ ചെയ്തത്. ആമേൻ. പക്ഷേ ആ ഡോക്ടർ സുനീത് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഇപ്പോൾ ട്രീറ്റ്മെന്റ് വേണ്ട. ആമേൻ. പിന്നെ ഓരോ 3 മാസം കൂടിയിരിക്കുമ്പോഴും ചെക്കപ്പുകൾ ഉണ്ടായിരുന്നു. ആമേൻ. ആ സംഭവം അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാ, ഇപ്പോഴുള്ള ലെവൽ മേലോട്ട് കയറുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെന്റ് തുടങ്ങാമെന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, മേലോട്ട് കയറാൻ ദൈവം സമ്മതിച്ചില്ല. ഏറ്റവും ലാസ്റ്റ് ചെക്കപ്പിന് ചെന്നപ്പോ, ആമേൻ, കഴിഞ്ഞ ഫെബ്രുവരി ചെക്കപ്പിന് ചെന്നപ്പോ സുനീത് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാ, മേലോട്ട് കയറേണ്ട സാധനം താഴോട്ട് പോയി എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇനി ക്യാൻസർ ഇല്ല. ഹല്ലേലൂയ. ഇനി 6 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന്. രാമയെ പറഞ്ഞാട്ട് ഇന്ന് രാവിലെ ഞാൻ എന്തിനാ ഈ ദൂത് പറയുന്നതെന്ന് ചോദിച്ചാ, ചില വിടുതലുകളെ പിടിച്ചു മേടിക്കുന്ന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ എന്തിനാ അച്ഛനെ പൊക്കാനൊന്നുമല്ല പറയുന്നത്, ഞങ്ങളുടെ ചർച്ചിൽ ഏറ്റവും കൂടുതൽ തുള്ളിച്ചാടി മറിയുന്ന അച്ഛനാ, ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന കർത്താവിന്റെ ദാസൻ അച്ഛനാ. ആമേൻ. അങ്ങനെയുള്ളവർക്ക് ദൈവം വിലപ്പെട്ട ചിലത് നൽകത്തില്ലേ, വിലപ്പെട്ട ചില നൽകത്തില്ലേ? ഇന്ന് രാവിലെ കൊടലുണക്കി ദൈവസേന ഇരിക്കുന്ന നിനക്ക് ചിലത് വിലപ്പെട്ട ദൈവം ചിലത് തരാൻ പോവുകയാ, വിലപ്പെട്ട ചില ദൈവം തരാൻ പോവുകയാ. ഉപവാസം കഴിയുന്നതിന് മുമ്പ്, ഉപവാസം കഴിയുന്നതിന് മുമ്പ് Hallelujah. 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 Thank you, Holy Spirit. Thank you, Holy Spirit. Hallelujah. 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 ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടോ, വില കൊടുത്തിരിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ആമേൻ. നിങ്ങൾ ആരെ നോക്കരുത് കേട്ടോ, ഒറ്റ മനുഷ്യരെ മൈൻഡ് ചെയ്യരുത്. ആമേൻ. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ നിങ്ങൾ മൈൻഡ് ചെയ്യില്ല. നിങ്ങളെ കർത്താവുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എപ്പോഴാ ചിലത് നിങ്ങളുടെ മേൽ വന്ന് വീഴുന്നതെന്ന് അറിയത്തില്ല, എപ്പോഴാ ഒരു വിടുതൽ നിങ്ങളുടെ മേൽ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, എപ്പോഴാ നിങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ പകർച്ച നടക്കുന്നതെന്ന് അറിയത്തില്ല. ഇന്ന് പകലും അത് സംഭവിക്കട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ. പരിശുദ്ധാത്മാവ് ദൈവമക്കൾ ആരാധിക്കുമ്പോൾ എന്നോട് പറയുന്ന ശബ്ദം ഇങ്ങനെയാ, ഈ ഉപവാസം കഴിയുമ്പോൾ ഈ ദൈവസഭയെ ദൈവാത്മ ഒരു മേജർ ഷിഫ്റ്റിംഗിലേക്ക് നടത്തും. ഹല്ലേലൂയ. ഒരു മേജർ ഷിഫ്റ്റിംഗിലേക്ക് അടുത്തൊരു തലത്തിലേക്ക് ദൈവം ഉയർത്തും കേട്ടോ. ആത്മാവിൽ അടുത്തൊരു തലത്തിലേക്ക് ദൈവം ഉയർത്തും. ഹല്ലേലൂയ. ആ പദം എന്നോട് പറഞ്ഞിട്ട് ദൈവാത്മാവ് എന്നോട് വാക്യം പറഞ്ഞത് ഇങ്ങനെയാ, മുമ്പുള്ളവയെ നീ ഓർക്കണ്ട, പണ്ടുള്ളവയെ നീ നിരൂപിക്കണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. കാലപ്പഴക്കം ചെന്ന ചില പാരമ്പര്യത്തിന് മണ്ഡലങ്ങളെ പൊളിച്ചിട്ട് ദൈവ സാന്നിധ്യം തളം കെട്ടി നിൽക്കുന്ന ഒരഭിഷേകത്തിനെ ചേർച്ചാക്കി ദൈവ മഹത്വത്തിൽ ചലിക്കുന്ന, ദൈവ സാന്നിധ്യത്തിൽ ചലിക്കുന്ന, നിയോഗത്തിനകത്ത് ചലിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട കൂട്ടമാക്കി ഈ ദേശത്തെ പിടിക്കാൻ പരിശുദ്ധാത്മാവ് ഈ സഭയെ കണ്ടേക്കുക. ആമേൻ. ആ വാക്യം പറഞ്ഞ് അവസാനിക്കുന്ന മലയാളത്തിൽ തെറ്റായിട്ടാ, മലയാളത്തിൽ അതിനകത്ത് എഴുതിയേക്കുന്ന നിങ്ങൾ അത് അറിയുന്നില്ലയോ?
ആമേൻ. മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കുന്നു. മലയാളത്തിൽ എടുത്ത പദം നിങ്ങൾ അത് അറിയുന്നില്ലയോ എന്ന്. പക്ഷെ അതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഡു യു നോട്ട് പ്രിസർവ് ഇറ്റ് എന്ന് വെച്ചാൽ നീ അതിനെ സംരക്ഷിക്കുകയില്ലയോ എന്ന്. ഹല്ലേലൂയ. നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ വിലപിടിപ്പുള്ള ഒരു ചെടിയാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഒരു മരത്തിന്റെ ഒരു തൈ നട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്മൾ അതിനെ നട്ടിട്ട് നമ്മുടെ വഴിക്ക് പോകുമോ? ഇല്ല, അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കും, അതിന് വളം ഇട്ട് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിന് ചുറ്റും വേലി കെട്ടി അതിനെ സംരക്ഷിക്കും. എന്തിനാ? അത് വളർന്നു വരണം, അത് വളർന്നു വരണം. വളർന്ന് അതിനകത്തുനിന്ന് ഹല്ലേലൂയ ഫലങ്ങൾ പുറത്തു വരണം. അതിനകത്ത് തണൽ ലഭിക്കണം. അതിനകത്ത് അനേകർക്ക് ആശ്വാസം ഉണ്ടാകണം. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാ പറയുകയാണ്, ഒരു പുത്തൻ ആത്മതലം ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാ. ദൈവ സാന്നിധ്യം തളം കെട്ടി നിൽക്കുന്ന, ദൈവത്തിന്റെ ഗ്ലോറി മഹത്വം തളം കെട്ടി നിൽക്കുന്ന ഒരു ആത്മതലം നിങ്ങൾക്കൊരു മേജർ ഷിഫ്റ്റിംഗിലേക്ക് ദൈവം നടത്തി ഈ ദൈവസഭയെ ദൈവം അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാ. ഡു യു നോട്ട് പ്രിസർവ് ഇറ്റ്? നീ അതിനെ സംരക്ഷിക്കുകയില്ലയോ? നീ അതിനെ സൂക്ഷിക്കുകയില്ലയോ? നീ അതിനെ പ്രൊട്ടക്ട് ചെയ്യുകയില്ലയോ? ആമേൻ. ആ പദം കേൾക്കുമ്പോ ഈ ദൈവസഭയിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവമക്കൾ എന്തോ പറയണോ? ഐ ആം റെഡി, ഐ ആം റെഡി. മാറിയെ പോലെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസന്. ആ വാക്ക് പോലെ സംഭവിക്കട്ടെ. Thank you, Holy Spirit. Hallelujah. Amen. Hallelujah. കർത്താവ് എപ്പോഴും പുതിയത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അച്ഛന്മാരെ, ആന്റിമാരെ, കർത്താവ് എപ്പോഴും പുതിയത് നമുക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അങ്കിൾമാരെ, നമുക്ക് വേണ്ടി കർത്താവ് എപ്പോഴും പുതിയത് തരാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ പെന്തക്കോസുകാരായിട്ടുള്ള നമുക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ ജനിച്ച പെന്തക്കോസിലാണ്, ഞാൻ ഓർത്തഡോക്സ് കുടുംബത്തിൽപ്പെട്ടതാണ്, പക്ഷെ ജനിച്ചത് പെന്തക്കോസിലാണ്. ഹല്ലേലൂയ. ആമേൻ. പക്ഷെ നമുക്കൊരു കുഴപ്പമുണ്ട്, നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇങ്ങനെയാകാവൂ, 2 പാട്ട്, 2 അന്യഭാഷ, ഏറ്റവും ഒടുവിൽ പാട്ടിന്റെ താളം കൂടുമ്പോൾ അന്യഭാഷ കൂട്ടും. പിന്നെ 2 പേര് പ്രാർത്ഥിക്കും, 3 പേര് പ്രാർത്ഥിച്ച കുഴപ്പമാണ്. ഹല്ലേലൂയ. പിന്നെ ഒരു സങ്കീർത്തനം പറഞ്ഞേ പറ്റത്തുള്ളൂ. പിന്നെ സാക്ഷ്യം മസ്റ്റാ. കഴിഞ്ഞ ആഴ്ച മുതലാഴ്ച നല്ലവനായിരുന്നു, വല്ലവനായിരുന്നു, എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം. ഞാൻ കുറ്റം പറയുമല്ലോ, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഹല്ലേലൂയ. പിന്നെ ഒരു ആമേൻ, ഒരു പ്രസംഗം. ഹല്ലേലൂയ. ലാസ്റ്റ് ആമേൻ. ആ ഒരു തലമ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതിൽ ഇന്ന് രാവിലെ കാലം ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് വന്ന ഈ സെറ്റ് ചെയ്തത് ആദ്യം പൊളിയുന്നത്. ദൈവമഹത്വം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ, ദൈവമഹത്വം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിലത് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ജീസസ്, ആമേൻ. ഞങ്ങൾ ഈ 21 ഡേയ്സ് ഫാസ്റ്റിംഗില് ആമേൻ, ഞങ്ങള് വൈകിട്ടത്തെ സെഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 8:30 അവസാനിക്കണമെന്നായിരുന്നു. ആദ്യമൊക്കെ അങ്ങനെ പോയി കേട്ടോ. കാരണം ദൂരെ നിന്നൊക്കെ വരുന്ന സഹോദരിമാരുണ്ട്, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന സഹോദരിമാരുണ്ട്, വീട്ടിൽ സ്നാനപ്പെട്ടിട്ട് അറിയാത്ത പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. എന്നാലും അവർക്ക് ദാഹമാണ്, അവർക്ക് ആഗ്രഹമാണ്. അതുകൊണ്ട് അവരെയൊക്കെ പറഞ്ഞയക്കേണ്ടതുകൊണ്ട് 8:30 മീറ്റിംഗ് നിർത്തണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു മാനുഷികമായിട്ട്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഫാസ്റ്റിംഗ് പ്രയർ അടുത്തൊരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞപ്പോൾ രാത്രി 11 മണിക്കും ജനത്തിന് പോകാൻ കഴിയാത്ത രീതിയിൽ, രാത്രി 11 മണിക്കും മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ആത്മതലം വെളിപ്പെട്ടു. ആമേൻ. ജനം മുഴങ്കാലുകളിൽ നിന്ന് പകരപ്പെടുന്നതിനെ റിസീവ് ചെയ്യുന്ന തലത്തിലേക്ക് ദൈവാത്മാവ് ആ ഫാസ്റ്റിംഗ് പ്രയറിനെ ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഞങ്ങളെ പൊക്കാൻ പറയുവല്ല, ഇന്ന് അതിന്റെ മറ്റൊരു പകർച്ച ഇവിടെ ദൈവം തരുമെന്ന് പറയാനാ ഞാൻ ഈ വാക്ക് പറഞ്ഞ്. നമ്മുടെ കൺസെപ്റ്റുകൾ ചിലത് ചേഞ്ച് ആകാൻ തയ്യാറായാൽ, തോട്ട് പാറ്റേൺ അകത്തൊരു ചേഞ്ച് വരുത്താൻ തയ്യാറായാൽ, വിലപ്പെട്ടത് കർത്താവ് ഇന്ന് പകരാൻ തയ്യാറാണ്. അതിനെ ഡു യു നോട്ട് പ്രിസർവ് ഇറ്റ്? നീ അതിനെ സംരക്ഷിക്കുകയില്ലയോ? ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസേനയിലായിരിക്കും. 3 കാര്യത്തിന് ഈ മഴയുടെ കെടുതിയൊക്കെ അതിജീവിച്ച് നമ്മൾ ഇവിടെ വന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയി, വരാൻ പറ്റുമോ എന്ന്. കാരണം 2-3 ഇടത്ത് വള്ളം കൊണ്ടിറക്കിയാൽ പോകത്തക്ക രീതിയിൽ റോഡിൽ വെള്ളം കിടക്കുക. മനസ്സിലായോ? റാന്നിയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ വള്ളത്തേല് ആൾക്കാരെ കൊണ്ട്. അതുപോലെ ട്രിവാൻഡ്രത്തുനിന്ന് ഇവിടെ ഈ പന്തളം പാസ് ചെയ്യുന്നിടം വരെ 3 ഇടത്ത് ഞങ്ങൾക്ക് അതുപോലെ അനുഭവം ഉണ്ടായി. ആമേൻ, ഹല്ലേലൂയ. എങ്കിലും ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങാൻ കർത്താവ് സഹായിച്ചു. കർത്താവിന്റെ തക്ക സമയത്ത് ഇവിടെ കൊണ്ടുവന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുക. ഇനി അടുത്ത ചില വിലപ്പെട്ട സമയങ്ങളാണ് കേട്ടോ.
ആമേ, 3 കാര്യത്തിനാണ് നിങ്ങൾ ഇവിടെ ഈ മഴയും ആമേ ഈ കെടുതികളൊക്കെ അതിജീവിച്ചു വന്നത്. ഒന്ന്, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാനാ. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാനാ. അത് ഈ ഹോളിനകത്ത് അധികമായിട്ട് പകരുന്നുണ്ട് കേട്ടോ. കർത്താവിന്റെ പ്രസൻസ് ഈ ഹോളിനകത്തുണ്ട്. രാമേൻ പറ, രാമേൻ പറ. ആമേ, കർത്താവിന്റെ ആമേ സാന്നിധ്യം ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരുണ്ടെന്ന് അതിനർത്ഥം. കർത്താവിന്റെ സാന്നിധ്യം എവിടാ പകരുന്നറിയാമോ? ദൈവത്തിന് മഹത്വം കൊടുക്കുന്നിടത്തെ തന്റെ സാന്നിധ്യം പകരത്തുള്ളൂ. ആമേ, കർത്താവിന്റെ സ്ഥാനം എപ്പോഴും നടുവിലാ കേട്ടോ. കർത്താവിന്റെ സ്ഥാനം നമ്മുടെ നടുവിലാ. ആമേ, അവൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറയുന്ന പദം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു മന്ദിരം ഉണ്ടാക്കണം. ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു മന്ദിരം ഉണ്ടാക്കണം. ഹഗ്ഗായി പ്രവചനത്തിൽ പറയുന്ന ഒരു പദം ഇങ്ങനെയാ: യഹോവ രക്ഷിക്കുന്ന വീരനായി, ബാക്കി പറ, നിങ്ങളുടെ മധ്യ വസിക്കുന്നു. ആമേ, മനസ്സിലായോ? പഴയ നിയമത്തിൽ അങ്ങനെ 2-3 വേറെ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിന്റെ സ്ഥാനം നടുവില. യേശു കർത്താവ് നമ്മളോട് വാഗ്ദത്തം ചെയ്തത് എങ്ങനെയാ? 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവിടെ നടുവിൽ ഞാനുണ്ട്. ആമേ, യേശു കർത്താവിന്റെ 12ാമത്തെ വയസ്സിൽ കർത്താവ് എവിടെ ആയിരുന്നേ? മതപണ്ഡിതന്മാരുടെ നടുവിലിരുന്ന് അവരെ ഉപദേശിക്കാനിടയായി തീർന്നില്ലേ? യേശു കർത്താവിനെ ക്രൂശിച്ചപ്പോഴെങ്ങനായിരുന്നു? 2 കള്ളന്മാരുടെ നടുവിൽ, ആകാശത്തിനും ഭൂമിക്കും നടുവില്. ഉയർത്തെഴുന്നേറ്റ സമയം ശിഷ്യന്മാരെല്ലാം പേടിച്ച് റൂം അടച്ചിരിക്കുമ്പോൾ എന്താ സംഭവിച്ചേ? അവരുടെ നടുവിൽ വന്ന് നിന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴോ, വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ, ആമേ, മാറത്ത് പൊൻകച്ച കെട്ടിയവനായിട്ട്, വെള്ളോടിന് സദൃശ്യമായ കാലുള്ളവനായിട്ട് സഭയുടെ നടുവിൽ കർത്താവ് നടക്കുന്നു. സഭയുടെ നടുവിൽ കർത്താവ് നടക്കുന്നു. 600 മംഗലത്തുള്ള ഈ ദൈവസഭയുടെ നടുവില് ഹല്ലേലൂയ. ആ കർത്താവിന്റെ നടുവിൽ നടക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തിന്റെ ജനം ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ് ആരാധന. അത് കുറച്ച് കളയരുത്, കൂട്ടിക്കൊണ്ടിരിക്കണം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എന്തോ ഉണ്ട്? നമുക്കൊന്നും പറയാനില്ല, നമുക്കൊന്നും അവകാശപ്പെടാനില്ല. ദൈവം തന്ന കൃപയല്ലാതെ ഒന്നും പറയാനില്ല. അങ്ങനാണെങ്കിൽ പൗലോസിന്റെ ഭാഷ പറയുന്നു, ഞെളിയാതെ ഭയപ്പെടുക, ഞെളിയാതെ ഭയപ്പെടുക. ഇവിടെ ഇരിക്കുമ്പോഴും നമുക്കിവിടെ വരാൻ ഒരു അർഹതയില്ല, ഒരു യോഗ്യതയില്ല. യഹൂദൻ വേണ്ട എന്ന് പറഞ്ഞപ്പോ കിട്ടിയ രക്ഷയാ നമുക്കുള്ളത്. അതുകൊണ്ട് ആ ലഭിച്ചതിനെ ഓർത്ത് ആത്മാവിൽ നന്ദി പറഞ്ഞു വേണം ഇതിനകത്തിരിക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസാന്നിധ്യം ഇതിനകത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് ആലയത്തിനകത്തിരിക്കുമ്പോൾ നമ്മുടെ അതരത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും സൂക്ഷിച്ചോണം. പരിശുദ്ധാത്മാവിനെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ വരരുത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ വരരുത്. സഭയെ നയിക്കേണ്ട കമ്മിറ്റി മെമ്പേഴ്സും ഒന്നുമല്ല. സഭയെ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. ഇവിടെ അങ്ങനെ ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം വിഷം കൊടുത്ത് അതാത് സമയങ്ങളിൽ ആക്കി വെക്കുന്ന അഭിഷക്തന്മാർ നിയോഗത്തോടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ സഭ അതിനോട് ചേർന്ന് നിൽക്കണം. സഭ അതിനോട് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. ആമേൻ. ദൈവം ദർശനം കൊടുത്ത് അയക്കുന്ന ദൈവദാസന്മാർക്ക് ദൈവം സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ദേശത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതാത് സമയങ്ങളിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ചിലപ്പോ അതുവരെ കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളായിരിക്കാം, അതുവരെ പരിചയിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളായിരിക്കും നിയോഗത്തോട് അഭിഷക്തൻ പറയുന്നത്. അതിന് ചേർന്ന് ആമേൻ പറയണം കേട്ടോ. സ്തോത്രം പറ. ആമേ. ഒരു പൈസയും കയ്യിലില്ലാതിരിക്കുന്ന സമയത്താ ദൈവം എന്നോട് പറഞ്ഞേ, ലാൻഡിന് സ്റ്റെപ്പ് വെക്കാൻ, ചർച്ചിന് ലാൻഡിന് സ്റ്റെപ്പ് വെക്കാൻ. ആമേ. MC റോഡിൽ നിന്ന് ഒരു പ്ലോട്ട് കഴിഞ്ഞാൽ അടുത്ത പ്ലോട്ട് കർത്താവ് ഞങ്ങൾക്ക് തന്നു. ചീപ്പ് റേറ്റിന് കർത്താവ് തന്നു. ആ ദേശത്തിലെ വിലയുടെ 3-1 പൈസയ്ക്ക് കർത്താവ് തന്നു. ആമേ. അത് കഴിഞ്ഞ് വിശ്വാസ ചർച്ചിന്റെ പണികൾ തുടങ്ങി ദൈവമക്കളെ. ആമേ. തട്ടിക്കൂട്ടി ഒരു ക്രമീകരണം ചെയ്യാൻ ആഗ്രഹിച്ച സ്ഥാനത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതി ആ ലാൻഡ് ഫുള്ളും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ചർച്ച് ഞങ്ങൾക്ക് തന്നു.
അത് നമ്മുടെ കയ്യിലിരുന്ന പൈസയൊന്നുമല്ല, അക്കൗണ്ടിൽ കിടന്ന പൈസയൊന്നുമല്ല. അതാത് സമയങ്ങളിൽ ദൈവം നൽകി തന്ന നന്മകളാ. ഇന്ന് രാവിലെയും ആ അഭിഷേകത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കി പറയാം, ദൈവത്തിന് പൈസ ഒരു പ്രശ്നമല്ല. ആമേ, വിഷൻ ഉണ്ടെങ്കിൽ, ദർശനമുണ്ടെങ്കിൽ, നിയോഗമുണ്ടെങ്കിൽ, ആമേ, അതിനകത്ത് സ്റ്റെപ്പ് വെക്കുന്ന ചിലരുണ്ടെങ്കിൽ ബാക്കി വരേണ്ടത് വന്നിരിക്കും. ആമേ, വന്നു ചേരേണ്ടത് വന്നിരിക്കും. ആമേ, ഹല്ലേലൂയ. ചേർന്ന് രാമേ പറ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിന് ബഹുമാനം കൊടുക്കുന്ന ചർച്ച ആയിരിക്കണം ഈ ദൈവസഭ. ആത്മാക്കൾ പുതിയത് വരണമെന്ന് ആഗ്രഹമുണ്ടോ? എല്ലാ ആഴ്ചയിലും പുതിയ ആത്മാക്കൾ വരണം ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ ചർച്ചിന്റെ ഡെഡിക്കേഷൻ കഴിഞ്ഞിട്ട്, ആമേൻ, ഡിസംബർ 29 ഡെഡിക്കേഷൻ കഴിഞ്ഞത്. അന്ന് തൊട്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച വരെ പുതിയ ആത്മാക്കൾ വന്നു. വിശ്വസിക്കുവോ? വിശ്വസിക്കുവോ? പുതിയ ആത്മാക്കൾ വന്നു, പുതിയ ആത്മാക്കൾ വന്നു. ഹല്ലേലൂയ. നമ്മൾ പോയി വിളിച്ചോണ്ട് വരുന്നതല്ല, അതിനകത്ത് ചലിക്കുന്ന ദൈവമഹത്വം കൊണ്ടുവരുന്നതാ. അങ്ങനാണെങ്കിൽ ഈ ചർച്ചിന്റെ ലെവല് ദൈവം മാറ്റാൻ പോവുക. അടുത്ത ലെവലിലേക്ക് ദൈവം ഷിഫ്റ്റ് ചെയ്യട്ടെ. ആമേൻ. ദൈവ സാന്നിധ്യം ചർച്ചിനകത്ത് ചലിക്കാൻ തുടങ്ങിയാൽ പുതിയ ആത്മാക്കൾ കടന്നു വരും, പുതിയ ആത്മാക്കൾ കടന്നു വരും, പുതിയ ആത്മാക്കൾ കടന്നു വരും, പുതിയ ആത്മാക്കൾ കടന്നു വരും. കടന്നു വരട്ടെ. ആത്മാക്കളെ തടഞ്ഞ പോരുകളെ, പുതിയ ആത്മാക്കളെ തടഞ്ഞ പോരുകളെ ഞാൻ ആത്മാവിൽ വെട്ടുകയാണ്, ഞാൻ ആത്മാവിൽ വെട്ടുകയാണ്, ഞാൻ ആത്മാവിൽ വെട്ടുകയാണ്. ആത്മാക്കൾ കടന്നു വരരുതെന്ന് പറഞ്ഞ്, കടന്നു വരെന്ന് പറഞ്ഞ് ബന്ധിച്ച ബന്ധനങ്ങളെ അഴിച്ചു കളയുന്നു. അഴിയുമോ? അഭിഷേകം ചലിക്കട്ടെ, അഭിഷേകം ചലിക്കട്ടെ. ആത്മാക്കളെ തടഞ്ഞ പോരുകളെ, ആത്മാക്കളെ തടഞ്ഞ പോരുകളെ യേശുവിന്റെ നാമത്തിൽ ഈ വെള്ളം പ്രാർത്ഥിക്കുകയാണ്. ഈ ദൈവസഭയ്ക്കകത്ത് പുതിയ ആത്മാക്കൾ വരരുതെന്ന് പറഞ്ഞ് ബന്ധിച്ചുവിട്ട ബന്ധന ശക്തികൾ അഴിയട്ടെ, അഴിയട്ടെ. അഴിഞ്ഞു പോകാൻ കൽപ്പിക്കുന്നു, അഴിയാനെ കൽപ്പിക്കുന്നു, അഴിയാനെ കൽപ്പിക്കുന്നു. തീപിടികളുടെ ആത്മാക്കൾ, 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 ആത്മാക്കളെ തടഞ്ഞ വ്യാപാരങ്ങള്, ആത്മാക്കളെ തടഞ്ഞ വ്യാപാരങ്ങള് യേശുവിന്റെ നാമത്തില് ആത്മാക്കളെ തടഞ്ഞ വ്യാപാരങ്ങൾ അഴിയട്ടെ, ആത്മാക്കളെ തടഞ്ഞ വ്യാപാരങ്ങൾ അഴിയട്ടെ. പുതിയ ആത്മാക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ചെയ്യോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാനാണ് നമ്മൾ ഇതിനകത്ത് കടന്നു വന്നതെങ്കിൽ രണ്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും കൂടെ വന്നത്. ആഗ്രഹമുണ്ടോ? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ഞാനൊക്കെ തകർന്നിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങോട്ട് ദൈവദാസന്മാർ വിളിച്ച് നമുക്ക് വേണ്ടി ദൈവദൂത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് ദൈവത്തിന്റെ വിളിച്ച് ദൂത് പറഞ്ഞിട്ടുണ്ട്. കാരണം വളരെ പ്രഷറിലൂടെ കടന്നു പോകുന്ന സമയം ഇങ്ങോട്ട് ദൈവത്തിന്റെ ദൂത് വിളിച്ച് പറഞ്ഞ് ബലപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. ഒരനുഭവം മാത്രം പറയാം, ഒരനുഭവം മാത്രം പറയാം. 2012-13 കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ ചർച്ച വളരെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയം. പട്ടണത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു സഹോദരൻ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാ, ഈ ഞായറാഴ്ച നീ ആരാധന നടത്തുന്ന എനിക്കൊന്ന് കാണണമെന്ന്. അപ്പൊ തന്നെ ദൈവാത്മാവിനോട് പറയാ, ഇത് ഇവനല്ലടാ, ഇവന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദേശശക്തി, അതിനെ നീ വെട്ടിയാ മതി, ആരാധന പുനഃസ്ഥാപിക്കുമെന്ന് ദൈവാത്മാ പറഞ്ഞു. പിറ്റേന്ന് ശനിയാഴ്ച രാവിലെ ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ ദൈവാത്മാവിനോട് പറയാ, ഇന്ന് വൈകിട്ട് നീ 6 മണി വരെ വെള്ളം കുടിക്കാതെ നീ ഉപവസിക്കണം. 21, 40, 7, 3 ഒക്കെ നിരന്തരം ഇരുന്നിട്ടുള്ള ഞാൻ ഒരിക്കൽ പോലും വെള്ളം കുടിക്കാതെ ഉപവസിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ക്ലിയർ ആയിരുന്നു. ദൈവാത്മാവ് സംസാരിച്ച് വളരെ വ്യക്തമായിരുന്നു. ദൈവാത്മാവെ വെള്ളം കുടിക്കാൻ നീ ഉപവസിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവസിക്കാൻ തുടങ്ങി. ആമേൻ. രാവിലെ 8:30 മണി കഴിഞ്ഞപ്പോൾ ഒരു ദൈവദാസൻ എന്നെ വിളിക്കുക, അങ്ങോട്ട്, പാസ്റ്ററെ, നിങ്ങളെന്തോ ഒരു പ്രതിസന്ധിയിലൂടെ പോകുന്നല്ലോ, നിങ്ങളെന്തോ ഒരു വിഷമത്തിലൂടെ പോകുന്നല്ലോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഫോണിലൂടെ പ്രാർത്ഥിക്കുകയാ. ഇസ്രായേലിയ സൈന്യവും മിസ്രൈമ്യ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അഗ്നി മേഘസ്തംഭങ്ങൾ അതിൻ്റെ നടുവിൽ വന്നു നിന്നു. ആ ദൈവ മനുഷ്യൻ എൻ്റെ ഒരു വിഷയം അറിയത്തില്ല,
പക്ഷെ നിയോഗത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ താമസിക്കുന്ന വീടിന്റെ മുകളിൽ ഞാൻ തുള്ളിച്ചാടി മറിഞ്ഞ് ദൈവത്തെ ആരാധിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. പൈശാചിക മണ്ഡലമല്ല നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാ. ഹല്ലേലൂയ. ഏത് ഭവനത്തിനകത്ത് ഏത് സ്ഥലത്ത് ആരാധന നടത്താൻ പിശാച് അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചോ, അന്ന് വൈകിട്ട് ആ സ്ഥലത്തിന്റെ ആ വീടിന്റെ ഉടമസ്ഥൻ 45 കിലോമീറ്റർ യാത്ര ചെയ്ത് 500 രൂപ പത്രത്തിനകത്ത് കൊണ്ടുവന്ന് എഴുതി തന്നു. എത്ര നാൾ വേണമെങ്കിലും ആരാധന നടത്തിക്കോളാൻ, എത്ര നാൾ വേണമെങ്കിലും പ്രാർത്ഥന നടത്തിക്കോളാൻ. വൈകിട്ട് 6 മണിക്ക് മുമ്പ് ആ പേപ്പർ എൻ്റെ കൈ ലഭിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ അപ്പനാ. നമ്മുടെ സ്വർഗത്തിലെ അപ്പനെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തുള്ളൂ. ഇന്ന് രാവിലെയും ആ വചനം ഇവിടെ മുഴങ്ങട്ടെ. ആമേൻ. എല്ലാ ദൂതുകളും എല്ലാവർക്കും ഉള്ളതല്ല കേട്ടോ, എല്ലാ ദൂതുകളും എല്ലാവർക്കും ഉള്ളതല്ല. ആമേൻ. നിങ്ങളെ ടച്ച് ചെയ്യുന്ന ദൂതുകൾ വരും, നിങ്ങളെ സ്പർശിക്കുന്ന ദൂതുകൾ വരും. ഇന്നലെ ഞങ്ങൾക്ക് എറണാകുളത്തായിരുന്നു മീറ്റിംഗ്. സാധാരണമായി ദൈവമഹത്വം ചലിക്കാനിടയായി തീർന്നു. തകർന്ന പല ദൈവദാസന്മാർ വന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പറയാ, പക്ഷേ ആ ദൂത് എന്നോടായിരുന്നു, ഈ ദൂത് എന്നോടായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് ദൈവദാസന്മാരെ തൊടുന്നത് കാണാൻ ഇന്നലെ ഞങ്ങൾക്ക് ദൈവം ഭാഗ്യം തന്നു കേട്ടോ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാവ് സംസാരിക്കുമ്പോൾ ഇങ്ങനെ നമ്മളെ പാരമ്പര്യ ബന്ധക്കോസുകാരുടെ വിട്ട് മസിലും പിടിച്ച് ഇങ്ങനെ കൈകെട്ടിയിരിക്കരുത്. ദൈവമാണ് സംസാരിക്കുന്നെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ആ ദൂതിനെ ആത്മാവി റിസീവ് ചെയ്യണം, ആത്മാവി സ്വീകരിക്കണം. ജഡത്തിലല്ല, ആത്മാവി സ്വീകരിച്ചാൽ ആ ദൂത് അന്നേരം മുതൽ നിങ്ങൾക്ക് വേണ്ടി ആക്റ്റീവ് ആകാൻ തുടങ്ങും, ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. ആക്ടിവേറ്റ് ആയി അത് പോയി നിങ്ങൾക്ക് വേണ്ടി ചില പ്രവർത്തികൾ ചെയ്യും. എന്നിട്ട് ആ വചനം ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? നീ ആരാധിക്കുന്നത് ഇവിടെ ഇരുന്നായിരിക്കും, നീ പ്രാർത്ഥിക്കുന്ന ഇവിടെ ഇരുന്നായിരിക്കും. വിദൂരങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആമേൻ. ചേർന്നൊരാമേൻ പറ. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഞങ്ങളുടെ ഒരു ആന്റി ആരാധനയ്ക്ക് വരുന്നുണ്ട്. ആമേൻ. ട്രിവാൻഡ്രം നഴ്സിംഗ് കോളേജില് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത ഒരു ആന്റി, പുഷ്പലത എന്ന ആന്റിയുടെ പേര്. ആമേൻ. ആന്റി 21 ദിവസം ഉപവസിക്കാൻ തീരുമാനമെടുത്തു. 21 ദിവസം ഉപവസിക്കാൻ ഒറ്റയ്ക്ക് ആ വിശ്വാസത്തിൽ കർത്താവിനെ അറിഞ്ഞത്. വീട്ടിനകത്തൊക്കെ മുഴുവനും ആമേൻ പിശാചിന്റെ പരിപാടികളാ. ആമേൻ. ഹസ്ബൻഡ് ഉൾപ്പെടെ മന്ത്രവാദത്തിന് പോകുന്ന പരിപാടിയാ. പക്ഷേ ഈ ആന്റി തൻ്റെ ഇടത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആന്റിയാ. നോക്കിയേ, ഉപവാസം തുടങ്ങി ആദ്യത്തെ ദിവസം ആയപ്പോൾ തന്നെ സഹോദരി, സ്വന്തം സഹോദരിയെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കി. ആമേൻ. ഇവര് ആമേൻ മീറ്റിംഗ് സമയത്ത് ഓടി വന്ന് മീറ്റിങ്ങിന് കൂടിയിട്ട് വൈകിട്ട് ആമേൻ പോയി ഹോസ്പിറ്റലിൽ ഇരിക്കും. ആമേൻ. ശനിയാഴ്ചയായപ്പോ ആമേൻ എന്നെ വിളിച്ചിട്ട് പറയാം, പാസ്റ്റർ വരാൻ പറ്റാത്തതുപോലെ പ്രതിസന്ധിയാ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, കർത്താവ് പറയുന്ന പോലെ ചെയ്യും. എന്നാലും ആന്റിക്ക് അവിടെ ഇരിക്കാൻ തോന്നുന്നില്ല. ICUലാക്കിയിട്ട് ആന്റി ആമേൻ ചർച്ചിൽ വന്നു. എപ്പോഴാ? ഞായറാഴ്ച രാവിലെ ചർച്ചിൽ വന്നു. സഭ ഒരുമിച്ച് കരം കോർത്ത് പിടിച്ചു പ്രാർത്ഥിച്ചു, കരമുയർത്തി പ്രാർത്ഥിച്ചു. സ്വർണലത എന്ന് പറയുന്ന സഹോദരി ആമേൻ ICUവിൽ നിന്ന് പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുമോ ദൈവമക്കളെ? ആമേൻ. ഈ ആന്റി ആരാധന കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ICUവിൽ നിന്ന് അവർ പുറത്തു വന്നു. അടുത്ത ദിവസങ്ങൾ ഡിസ്ചാർജ് ആയി ഭവനത്തിലെത്തി. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരുന്ന് നീ ചിലത് പ്രാപിച്ചാൽ വിദൂരങ്ങളിൽ ദൈവപ്രവൃത്തി നടക്കും, വിദൂരങ്ങളിൽ ദൈവപ്രവൃത്തി നടക്കും. ഇന്ന് പകലും അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ഈ ചർച്ചിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശരിയാകട്ടെ. ഒന്നാമത് ഞാൻ എന്താ പറഞ്ഞേ? ദൈവ സാന്നിധ്യം മറക്കരുത്. ഏറ്റവും ലാസ്റ്റ് ചോദിക്കും, വൈകിട്ടും ചോദിക്കും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം. 2, ദൈവത്തിന്റെ ശബ്ദം. കേട്ടോ, എല്ലാ ദൂതുകളും എല്ലാവർക്കല്ല, നിങ്ങൾക്കുള്ളത് വരുമ്പോൾ ക്യാച്ച് ചെയ്ത് പിടിച്ചോണം, ആത്മാവി റിസീവ് ചെയ്തോണം, അത് പോയി പ്രവർത്തിക്കും. ഹല്ലേലൂയ. മൂന്നാമത്തെ എന്ന് പറയുന്ന ഒരു വിടുതലുണ്ട് കേട്ടോ. ഈ പ്രാപിക്കുന്ന ദൈവ സാന്നിധ്യത്തിലൂടെ, ഈ കേൾക്കുന്ന വചനത്തിലൂടെ ഒരു വിടുതൽ വ്യാപരിക്കും, ഒരു വിടുതൽ വ്യാപരിക്കും. ഇന്ന് പകലും അത് സംഭവിക്കുന്നത് ഓർത്ത് ദൈവത്തെ ആർത്ത് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇത്രയും ഇൻട്രൊഡക്ഷനോടുകൂടെ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ദൈവാത്മാവ് നൽകി തന്ന വചനത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കയറാൻ പോകുകയാണ്. എല്ലാവരും ബൈബിൾ എടുത്തേ. എല്ലാവരും ഇവിടെ ചർച്ചിൽ വന്ന എല്ലാവരും ബൈബിൾ എടുത്തേ. ബൈബിൾ കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു കരമുയർത്തിയേ.
ഹല്ലേലൂയ. ഒന്ന് രണ്ട് പേർക്ക് ബൈബിൾ ഇല്ല എന്ന് തോന്നുന്നു. ഇല്ല, എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ബൈബിൾ എടുത്തേ. 1 ശമൂവേലിന്റെ പുസ്തകം എടുത്തേ, 7-ാമത്തെ അധ്യായം എടുത്തേ. എല്ലാവരും എടുക്കണം, എല്ലാവരും എടുക്കണം. ഇനി അടുത്ത ഈ മീറ്റിംഗ്, ഈ മെസ്സേജ് തീരുന്നത് വരെയുള്ള സമയം പരിശുദ്ധാത്മാവ് എൻ്റെ കയ്യിൽ തന്നേക്കുക. ഈ ദൈവദാസൻ എൻ്റെ കയ്യിൽ തന്നേക്കുക. നിയോഗത്തോടെ, പരിജ്ഞാനത്തോടെ ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കും. റെഡിയാണല്ലോ? നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സ്വന്തം ചർച്ച നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ നിയോഗത്തിൽ ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കും. റെഡിയാണോ? ആഗ്രഹമുണ്ടോ? ആമേൻ. കർത്താവ് നിങ്ങളെ ശുശ്രൂഷിക്കും, ഞാനല്ല, കർത്താവ് നിങ്ങളെ ശുശ്രൂഷിക്കും. ആമേൻ. എല്ലാവരും എടുത്തോ, 7-ാമത്തെ അധ്യായം എടുത്തേ. ആമേൻ. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ശാന്തമായിട്ട് വായിക്കല്ലേ കേട്ടോ. ആമേൻ. നമുക്കുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ മൗനമായിട്ട് വായിക്കും, അല്ലല്ലേ? പിന്നെ ആവശ്യമില്ലാത്ത സംസാരിക്കാൻ നമ്മുടെ അതരം തുറക്കുകയും ചെയ്യും. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥന നമ്മൾ തീരുമാനം എടുക്കുവാണ്, ആവശ്യമില്ലാത്ത സംസാരിക്കാൻ ഞാൻ ശബ്ദം കുറയ്ക്കും, ബൈബിൾ വായിക്കാൻ, ആത്മീയ കാര്യത്തിന് ശബ്ദം കൂട്ടും. പറ്റുമോ? ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. നിന്റെ മൗനം ചിലരെ അസ്വസ്ഥപ്പെടുത്തും. മിണ്ടുന്നില്ല. നീ ചില ഇടങ്ങളിൽ മിണ്ടാതിരിക്കുന്നത് ചിലരെ അസ്വസ്ഥപ്പെടുത്തും. ആമേൻ. അതുകൊണ്ട് ചില ഇടങ്ങളിൽ മിണ്ടാതിരുന്നോണം, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. എടുത്തോ, ബൈബിൾ എടുത്തല്ലോ, 7-ാം അധ്യായം എടുത്തല്ലോ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എടുത്തു. ഇവിടുത്തെ കൊച്ചുമോനെന്തിയെ? അയ്യോ, അവനെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൻ ഉറങ്ങിയോ? അയ്യോ, ഞാൻ അവിടെ വന്നിരുന്നപ്പോ അവൻ എന്നോട് ചോദിക്കോ, മീറ്റിങ്ങിന് വന്നിരിക്കുന്നില്ലയോ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും എടുത്തല്ലോ. 6-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കാൻ പോവാണ്. 6-ാം വാക്യം തൊട്ട് ആമേൻ 4-ാം വാക്യം വരെ നമ്മൾ ഒരുമിച്ച് വായിക്കും. നിങ്ങളുടെ ചർച്ചിന്റെ മേൽ ഈ വചനത്തിന്റെ ഡെലിവറൻസ്, ഈ വചനത്തിന്റെ ബ്ലെസ്സിങ്, ഈ വചനത്തിന്റെ വിടുതൽ നടക്കും കേട്ടോ. കുടുംബത്തിന് മേലും നടക്കും. എല്ലാവരും വായിച്ചേ. ആമേൻ. ഒരുമിച്ച് വായിച്ചേ. അവർ മിസ്ബയിൽ, ഇങ്ങനെ വായിച്ചാൽ പറ്റത്തില്ല, ഉറക്കെ വായിച്ചേ. പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നു. ബേത്കാരിന്റെ താഴ്വര വരെ അവരെ സംഹരിച്ചു. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പായിക്കും ഷേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബെനേസർ എന്ന് പേരിട്ടു. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി, പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ശമൂവേലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. എക്രോൻ മുതൽ ഗത്ത് വരെ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് തിരികെ കിട്ടി. അവയുടെ അതിർനാടും ഇസ്രായേൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഇസ്രായേലും അമോര്യരും തമ്മിൽ സമാധാനമായിരുന്നു. ഹല്ലേലൂയ. ഈ വചനത്തെ ആസ്പദമാക്കി പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നൽകി തന്ന ദൈവിക ദൂതുകളും ആലോചനകളുമാണ് ഇന്ന് പകലും രാത്രിയിലുമായി നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവിൽ എനിക്ക് നിയോഗമുള്ളത്. ആമേൻ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു മെയിൻ, ഏറ്റവും കാതലായിട്ടുള്ള ഒറ്റ വിഷയം എന്ന് പറയുന്നത്, ഒരു എബനേസർ ദൈവം നമുക്ക് വേണ്ടി കൽപ്പിക്കും. ആമേൻ. ഒരു എബനേസർ ദൈവം നമുക്ക് വേണ്ടി കൽപ്പിക്കും. എബനേസർ എന്ന വാക്കിന്റെ അർത്ഥം അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇന്നത്തെ മെസ്സേജ് ഇങ്ങനെ ഒരു ഹെഡിങ് വേണേ നിങ്ങൾ കൊടുത്തോ. ആമേൻ. പലരും നോട്ട് ചെയ്യുന്നവരുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം സഹായിച്ചു എന്ന് പറയുന്ന ചില ദൈവപ്രവർത്തികൾ ഈ ഉപവാസത്തിന്റെ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ദൈവം കൽപ്പിക്കുവാൻ പോകുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, സ്പിരിറ്റ് ഇർലത്തിലാണ്
ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടുന്നത്. പക്ഷേ നമുക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഭൗമതലത്തിലാണ് നമ്മൾ ചിലത് കാണുന്നത്. പക്ഷെ അതിന്റെ റീസൺ കിടക്കുന്നത് സ്പിരിറ്റ് റിലത്തിനകത്ത് ഡെലിവറൻസ് നടന്ന ഭൗമതലത്തിൽ വിടുതൽ വളരെ വേഗത്തിൽ നടക്കും. അതുകൊണ്ട് ഇന്നത്തെ ഈ മീറ്റിങ്ങിനകത്ത് ആത്മാവിൽ ജാഗരിക്കുന്ന, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, തികഞ്ഞ പ്രതീക്ഷയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ വചനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് സ്പിരിറ്റ് തലവും ഭൗമതലവും തമ്മിലുള്ള ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹല്ലേലൂയ. അമാലിക ശക്തികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യുദ്ധം നടക്കുന്ന ഒരു സന്ദർഭം നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയും. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനത്തിലേക്ക് വരികയാണ്. അവർ ഹല്ലേലൂയ മാറായിലെത്തി. മാറയുടെ അനുഭവം കഴിഞ്ഞ് മധുരമുള്ള വെള്ളം കുടിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് അവർ രഫീദീമിലെത്തിയത്. രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് അവരെ യുദ്ധം ചെയ്യുന്ന ഒരു വിഷയം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്ന ഒരു പ്രത്യേക പദം ഇങ്ങനെയാണ്. ഹല്ലേലൂയ. മോശ യോശുവയെ തിരഞ്ഞെടുത്തിട്ട് ഇങ്ങനെ പറയുക, നീ താഴ്വരയിൽ യുദ്ധത്തിനായിട്ട് കടന്നു പോകണം. ഹല്ലേലൂയ. അമാലിക ശക്തികൾ വരുന്നുണ്ട്. അവരുടെ പരിപാടി എന്തുവാന്ന് ചോദിച്ചാൽ, നമ്മൾ വാഗ്ദത്തത്തിലേക്ക് കടക്കരുത്, നന്മയിലേക്ക് കടക്കരുത്. ദൈവം നമുക്ക് അവകാശമായിട്ട് നൽകി തന്ന ചില ദൈവിക അനുഭവങ്ങളിലേക്ക് നമ്മൾ കടക്കരുതെന്ന് പൈശാചിക മണ്ഡലങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ട്. അതിന്റെ നടുവിൽ നമ്മുടെ സ്വയശക്തി കൊണ്ട് എന്തെങ്കിലും കഴിയത്തില്ല, നമ്മുടെ മാനുഷിക ബലം കൊണ്ട് എന്തെങ്കിലും കഴിയത്തില്ല. ഇതിനകത്ത് ദൈവം എന്താണോ പറയുന്നത് അത് ചെയ്താൽ മാത്രമേ ആ ശക്തിയെ പരാജയപ്പെടുത്താൻ കഴിയത്തുള്ളൂ. കാരണം ഈ വിഷയം നമ്മളോടുള്ള ബന്ധത്തിലുള്ളതല്ല, ദൈവത്തോടുള്ള ബന്ധത്തിലുള്ളതാ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഹല്ലേലൂയ. ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള വിഷയം കൈകാര്യം ചെയ്യേണ്ടത് ദൈവാത്മാവിലാണ്. മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. എന്തോ ചെയ്യണം? ഹല്ലേലൂയ. പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറണം. ഈ പർവ്വതത്തിന്റെ മുകൾ എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നറിയാമോ? എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തെ കാണിക്കുന്നു. രാമൻ പറഞ്ഞേ. മറ്റുള്ളവരെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏൽപ്പിച്ചും ഹല്ലേലൂയ പല ഗ്രൂപ്പുകളിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞും ആത്മീയ ജീവിതം നയിക്കാമെന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മളും ദൈവമായിട്ട് ഒരു ആഴമേറിയ ആത്മീക പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്ത പ്രിയപ്പെട്ടവർ അമാലിക ശക്തികളുടെ മുമ്പിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒന്നും നിങ്ങൾ പ്രാപിച്ചില്ലെങ്കിലും ഒരു വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം പ്രാപിക്കാൻ കഴിഞ്ഞ അടുത്ത ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ചില വാഗ്ദത്തത്തിലേക്ക് ആത്മാവിൽ നിനക്ക് നടന്നു കയറാൻ കഴിയും. ആമേൻ. ചേർന്നാമേൻ ഉറക്കെ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. നോക്കിയേ. ഹല്ലേലൂയ. ആമേൻ. മോശ ദൈവനിയോഗപ്രകാരം ആത്മയുദ്ധം ചെയ്യാൻ തയ്യാറായി. 2 യുദ്ധമുണ്ട് കേട്ടോ. ഒന്ന് ഭൗമതലത്തിലെ യുദ്ധമുണ്ട്. ഭൗമതലത്തിലെ യുദ്ധം ജയിക്കാൻ എളുപ്പമാ. ആത്മതലത്തിലെ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനാ മുറിയിലായിരിക്കണം നമ്മുടെ ആത്മയുദ്ധം ജയിക്കേണ്ടത് കേട്ടോ. മോശ പറയാ, കുന്നിന്റെ മുകളിൽ ഞാൻ കയറും, പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കയറി ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കും. ആ പറയുന്ന പദത്തിന് ഓരോ അർത്ഥമുണ്ട് കേട്ടോ. ഓരോ പദത്തിനും ഓരോ അർത്ഥമുണ്ട്. ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും. എന്നെ ശ്രദ്ധിക്കണേ നിങ്ങളെ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇതാണ് ദൈവത്തിന്റെ വടിയെന്ന് നിങ്ങൾ വിചാരിക്കുക. ശ്രദ്ധിച്ചു കേൾക്കുക. എന്നെ ശ്രദ്ധിച്ചു നോക്കുക. ഇതാരുടെ വടിയായിരുന്നെന്നറിയാമോ? ഇത് മോശയുടെ വടിയായിരുന്നു. അവൻ മിസ്രൈമിൽ നിന്ന് വരുമ്പോ അവർ കൊണ്ടുവന്ന വടിയാ. അല്ലെങ്കിൽ ഇത്രോവിനെ ആടുകളെ തീറ്റാൻ തുടങ്ങിയെന്ന് കിട്ടിയ വടിയാ. ഈ വടിക്ക് ഒരു പാരമ്പര്യം പറയാനുണ്ട്. ഇത് മോശയുടെ കൂടെ 24 മണിക്കൂറുമുണ്ട്. ഈ വടി ഉപയോഗിച്ചാണ് മോശ പല കാര്യങ്ങളും ചെയ്യുന്നത്. ദൈവ സാന്നിധ്യത്തിനകത്തോട്ട് വന്നപ്പോ ദൈവം മോശയോട് പറയുന്ന പദം ഇങ്ങനെയാ, നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? ആ വടി പറയുകയാണ്. മോശ പറയുകയാണ്, എന്റെ കയ്യിലിരിക്കുന്നത് വർഷങ്ങളുടെ കാലപ്പഴക്കം ചെന്ന ഒരു പാരമ്പര്യത്തിന്റെ വടിയാണ്. ദൈവം പറയാ, മോശേ, നീ നിൽക്കുന്നത് പാരമ്പര്യത്തിലല്ല, നീ നിൽക്കുന്നത് അഗ്നിയുടെ മുമ്പിലാ, നീ നിൽക്കുന്നത് സാന്നിധ്യത്തിന് മുമ്പിലാ. നിന്റെ പാരമ്പര്യത്തെ താഴോട്ടൊന്നിടടാ. നിന്റെ പാരമ്പര്യത്തെ താഴോട്ടൊന്നിടടാ. താഴോട്ടിട്ടപ്പോഴാണ് മനസ്സിലായത്. ഇത് എന്നെ സഹായിക്കാനുള്ള സംഭവമല്ല, ഇതെന്നെ കൊത്താനുള്ള സംഭവമാ. ഹല്ലേലൂയ.
ഇന്ന് രാവിലെ ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങളെ നോക്കി ഇതുവരെ പറയാത്തൊരു ദൂത് വിളിച്ചു പറയാൻ പോവാ. ഇന്ന് വരെ ഞാൻ പറയാത്തൊരു ദൂത്. ദൈവ സാന്നിധ്യം അതിന്റെ പ്രൗഢിയോടുകൂടെ, ദൈവ സാന്നിധ്യം അതിന്റെ ശക്തിയോടുകൂടെ വെളിപ്പെടുമ്പോ മാത്രമേ അതുവരെ നമ്മുടെ കൂടെ അണഞ്ഞു നിന്ന ചിലതിന്റെ തനി സ്വഭാവം വെളിപ്പെട്ടു വരത്തുള്ളൂ. ദൈവ സാന്നിധ്യം, ദൈവ മഹത്വം അതിന്റെ പ്രൗഢിയോടുകൂടെ ഈ ആലയത്തിനകത്ത് ഈ അഭിഷേകത്തിലൂടെ വെളിപ്പെടട്ടെ. ഓ, ആത്മനിയോഗത്തോടെ ഞാൻ ആ ദൂതിനെ പിടിച്ച് നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. ഈ ചർച്ചിനകത്ത് ദൈവത്തിന്റെ മഹത്വം അതിന്റെ പ്രൗഢിയോടുകൂടെ വെളിപ്പെടാൻ പോകുക. കഴിഞ്ഞ നിമിഷം വരെ നിന്റെ നേരെ അണഞ്ഞു നിന്ന ചിലത്, നിന്നോട് ചേർന്ന് നിന്ന ചിലത്, നിന്നെ ഒരു ഇടയനെന്നുള്ള അതിനപ്പുറത്തേക്ക് വിടാതെ ഒരു ഇടയനെന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന് നിന്റെ ദർശനത്തെ നഷ്ടപ്പെടുത്തി, ദൈവം തന്ന സ്വപ്നത്തെ നഷ്ടപ്പെടുത്തി, ദൈവം തന്ന കാഴ്ചപ്പാടുകളെ നഷ്ടപ്പെടുത്തി, എന്റെ കൺട്രോളിനകത്താണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞ് നിന്റെ കയ്യിൽ ഇറങ്ങി നിന്ന വടിയെ ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ ഇടുക. ഫയർ, ഫയർ, ഫയർ. ഫയർ പൊട്ടന. എല്ലാ സർപ്പങ്ങളും വെളിവോ. ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ മറഞ്ഞു നിൽക്കുന്ന സർപ്പങ്ങൾ വെളിവോ, വെളിവോ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഒരു മൂവ് നടക്കുന്ന, ഒരു മൂവ്, ഒരു മൂവ്, ഒരു മൂവ്, ഒരു മൂവ്, ഒരു മൂവ്, ഒരു മൂവ്. ഓ, ചിലത് വെളിവരട്ടെ, ചിലത് വെളിവരട്ടെ, ചിലത് വെളിവരട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. നോക്കിയേ, അതുവരെ അവനോട് അണഞ്ഞു നിന്ന വടിയുടെ തനി സ്വഭാവം ദൈവസാന്നിധ്യത്തിന് മുമ്പ് വെളിപ്പെട്ടു വന്നു. മനസ്സിലായോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ ദൈവമക്കളെ? ഇത് കണ്ടവൻ പേടിച്ചു പോയി. ഇവൻ വിചാരിച്ചത് എനിക്ക് സഹായമാണെന്നാ, ഇതെനിക്ക് അനുഗ്രഹമാണെന്നാ. പക്ഷെ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ അവനെ പൊളിച്ചു. ആ വടിയ ദൈവം പൊളിച്ചു, ആ വടിയ ദൈവം പൊളിച്ചു. ഹല്ലേലൂയ. അടുത്ത നിമിഷം ഇവനെ കൊത്താനായിട്ടുള്ള രീതി ഇങ്ങനെ നിൽക്കുമ്പോ അവൻ ഓടാൻ തുടങ്ങി, അവൻ ഓടാൻ തുടങ്ങി, അവൻ ഓടാൻ തുടങ്ങി. പണ്ട് തുടങ്ങിയതാ ഓട്ടം. പണ്ട് മിസ്രിമിനെ അടിച്ചിട്ടപ്പോ തുടങ്ങിയതാ ഓട്ടം. ഹല്ലേലൂയ. നോക്കിയേ, നോക്കിയേ, നോക്കിയേ. ഹല്ലേലൂയ. ദൈവം പറയേ, നീ എവിടെ ഓടുവാടാ? ദൈവം ചോദിക്കുക, നീ എവിടെ ഓടുവാടാ? ഇന്നും ഇന്നലെ അല്ല നിന്റെ ഓട്ടം തുടങ്ങിയത്. നിന്റെ ഓട്ടം തുടങ്ങിയിട്ട് 40 വർഷത്തിലധികമായി. നീ ഇപ്പൊ വന്ന് നിൽക്കുന്നത് ദൈവ സാന്നിധ്യത്തിനകത്താ. ഇവിടെ നിന്ന് നിനക്ക് ഓടാൻ പറ്റത്തില്ല, ഇവിടെ നിന്ന് നിനക്ക് ഓടാൻ പറ്റത്തില്ല. തിരിഞ്ഞു വരാൻ പറഞ്ഞു. ഓടിയവനോട് ദൈവം പറയാ തിരിഞ്ഞു വരാൻ. ഓടിയവനോട് ദൈവം പറയാ തിരിഞ്ഞു വരാ. ഓടിയവനോട് ദൈവം പറയാ തിരിഞ്ഞു വരാ. ഇന്ന് രാവിലെ ഒരു തിരിവ് സംഭവിക്കുന്നു. ഓ ഓ Amen. 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 Hallelujah. ഒറ്റയ്ക്ക് വിശ്വാസത്തിലായിരിക്കുന്ന ചില സഹോദരങ്ങളെ നോക്കി ഞാൻ ദൈവാത്മാവിൽ പ്രവചിച്ചു പറയുക. ഇപ്പോൾ ഈ ദൂത് നിങ്ങളോട് ദൈവാത്മാ അറിയിച്ചത് കൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ. ഓടിപ്പോയ ചില തിരിഞ്ഞു വരാൻ പോവാ. ഓടിപ്പോയ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിന്ന് ദൈവ സന്നിധി ഓടിപ്പോയ ചിലതിനെ ദൈവം തിരിച്ചു കൊണ്ടുവരാൻ പോവുക. തിരിച്ചു കൊണ്ടുവരാൻ പോവുക. ദൈവവേല ചെയ്യേണ്ട ചിലത്, ദൈവ രാജ്യത്തെ പ്രയോജനപ്പെടേണ്ട ചിലത്. ഇന്നലകളിൽ ചില പാമ്പിനെ കണ്ട്
സ്നേഹിക്കപ്പെടേണ്ടവരിൽ നിന്നുള്ള റിജക്ഷൻസ് നിമിത്തം, സ്നേഹിക്കപ്പെടേണ്ടവരിൽ നിന്നുള്ള ഒറ്റപ്പെടൽ നിമിത്തം അവൻ പിന്മാറിപ്പോയ ചിലത്. ഞാൻ പറഞ്ഞ ദൂത് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. സ്നേഹിക്കപ്പെടേണ്ടവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടായത് നിമിത്തം ഈ ദൈവസഭയിൽ നിന്ന്, ഹല്ലേലൂയ, ഈ ആലയത്തിനകത്ത് വിശ്വസ്തയോടെ നിൽക്കേണ്ട ചിലരെ പിശാച് ഇങ്ങനെ ഓടിച്ചു കളഞ്ഞൊരു മണ്ഡലത്തെ ഇന്ന് ഇപ്പോൾ ഈ 1 മണി സമയത്ത് ദൈവാത്മാവ് വെട്ടിക്കളയുന്നു. റീകൺസിലേഷന്റെ ഒരു മിനിസ്ട്രിയെ പരിശുദ്ധാത്മ ചെയ്യിക്കാൻ പോകുന്നു. ഒരു നിരപ്പിന്റെ ശുശ്രൂഷയെ ഈ തലമുറയിൽ, ഈ ദൈവസഭയിൽ, ഈ ദൈവദാസനിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യിക്കാൻ പോകുന്നു. Receive the anointing. Receive the anointing. Receive the anointing. Hallelujah. 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 Jesus. എനിക്ക് ആ വിഷയത്തിൽ പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ ഒരു പ്രേരണ നൽകുന്നു. ഒന്ന് ചോദിക്കാനായിട്ട് ഇന്നലകളിൽ ഏതെങ്കിലും തിക്താനുഭവങ്ങൾ ഈ ദൈവസഭയ്ക്കകത്തുണ്ടായി, ചില പ്രിയപ്പെട്ടവർ മുറിവേറ്റ് ഈ ദൈവസഭയിൽ നിന്ന് പോയ കാര്യം പറയാനുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിയേ. ഹല്ലേലൂയ. പറയണം. എന്നെ പരിശുദ്ധാത്മ നിയോഗം തന്ന ആ വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാ. ആമേൻ. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോ? വിശ്വസ്തയോടെ നിൽക്കേണ്ട ചിലര്, നേരോടെ നിന്നുകൊണ്ടിരുന്ന ചിലര്, ചില മുറിവേറ്റ ചില അനുഭവങ്ങൾ നിമിത്തം, വേദനാജനകമായ ചില വാക്കുകൾ നിമിത്തം, ആമേൻ, ചേർത്തണയ്ക്കപ്പെടേണ്ടവരിൽ നിന്ന് മുറിവേൽപ്പിക്കുന്ന ചില വാക്കുകൾ നിമിത്തം ഈ ദൈവസഭയിൽ നിന്ന് മാറി നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താനാ ഞാൻ പറഞ്ഞേ. ഒന്നുമില്ല, അങ്ങനൊരു വിഷയമില്ല. ഈ സഭയെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ ആരും ഒന്നും പറയുന്നില്ല. ഞാൻ ഈ ആകാശത്തേക്ക് നോക്കി മുഷ്ടിയുദ്ധം ചെയ്ത് വിഷയമുണ്ട്. ആമേൻ. യേശുവിൻ നാമത്തിൽ ദൈവദാസൻ അത് പറഞ്ഞതുകൊണ്ട് ആത്മാവിൽ ഞാൻ നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ പോവുക. ആമേൻ. മുറിവേൽപ്പിച്ചവര് തന്നെ മുറിവ് കെട്ടുന്ന രീതിയിലേക്ക് പരിശുദ്ധാത്മ കാര്യങ്ങളെ തിരിക്കട്ടെ. ഈ ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടേണ്ട ചിലതിനെ ഉടകമന രഗതക വഴിതിരിച്ചു വിട്ട ചില ദുർവ്യാപാരങ്ങൾ ഇന്ന് രാവിലെ ഞാൻ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാ. ഇവിടേക്ക് മടങ്ങി വരട്ടെ. ചേർത്തണയ്ക്കാൻ ദൈവാത്മാവ് പറയുന്നു. ചിലതിനെ ചേർത്തണയ്ക്കാൻ ദൈവാത്മാവ് പറയുന്നു. ആമേൻ. ഓക്കേ. ദൈവം പറയാ, മക്കളെ, നിന്റെ നേരെ ഇങ്ങനെ കൊത്താൻ നിൽക്കുവല്ലേ, നീ അതിനെ വാലെ പിടിക്കാൻ പറഞ്ഞു. ഓക്കെ. ഇപ്പൊ ഇത് മോശ എന്തോ ചെയ്യുക? ഇത് നേരത്തെ നേരെ എന്നെ ശ്രദ്ധിച്ചോണം. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മെസ്സേജാ. അല്ല, ഞാൻ മെസ്സേജിലോട്ട് കയറിയില്ല, പക്ഷെ നിങ്ങളോട് പറയാൻ ദൈവാത്മ ഇത് നിയോഗത്തോട് തരുന്നുണ്ട്. ആമേൻ. അപ്പർ റൂമിന്റെ ആത്മയുദ്ധവും ഭൗമയുദ്ധവും ഞാൻ പറയുന്നോണ്ടാണ് ഇത് പറയുന്നത്. കർത്താവ് പറയാൻ പറഞ്ഞത് കൊണ്ട്. മോശയുടെ വടിയായിരുന്നത് ഇത്. ഇവനെ കൺട്രോൾ ചെയ്ത വടിയാ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഇവനെ കൺട്രോൾ ചെയ്ത വടിയാ. നീ ഇതിനപ്പുറത്തോ, നീ ഒരു ഇടയനാടാ, നിന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ലടാ, നീ ഇവിടെ വട്ടം കൂടി തീരടാ എന്ന് പറഞ്ഞ് ഈ വടി അവനെ കൺട്രോൾ ചെയ്തേ. ഈ വടിയാ കണ്ടു. പക്ഷെ ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതി അവന്റെ മേൽ കിടക്കുക. ജനിക്കുന്നതിന് മുമ്പേ 4ാമത്തെ തലമുറ ഈ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്തത്തിന്റെ ചുക്കാൻ പേരി നടക്കുന്ന ദൈവവൈതല ഇവൻ. അതുകൊണ്ടാണ് നൈൽ ഇവനെ മുക്കാൻ പറ്റാത്ത. ആമേൻ. നോക്കിയേ, ഈ വടി അവിടെ അവൻ നിലത്തിട്ടപ്പോ പാമ്പായിട്ട് മാറി. ഞാൻ പറയാം, വാലെ പിടിക്കാൻ. ഓക്കെ. മോശ ഇപ്പൊ എന്തോ ചെയ്യുക? വാലെ പിടിച്ചു. നേരത്തെ എങ്ങനായിരുന്നു? മോശയുടെ വടിയായിരുന്നപ്പോ ഇങ്ങനായിരുന്നു. ഇപ്പൊ വാലെ പിടിച്ചപ്പോഴും എങ്ങനാ? കേട്ടോ, ഇതെന്തായി മാറി? വടിയാ. ദൈവത്തിന്റെ വടി. പറഞ്ഞേ, ദൈവത്തിന്റെ വടിയായിട്ട് മാറി. ഈ വടിയാ ഇവനെ മരുഭൂമി നിർത്തിയത്. ഈ വടിയാ ഇവനെ ഫറവോന്റെ മുമ്പിൽ നിർത്തിയത്. ഇന്ന് രാവിലെ കർത്തൃവേലയ്ക്ക് നിയോഗമുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടല്ല ദൈവവേല ചെയ്യുന്നത്. ദൈവം നിങ്ങൾക്ക് നിയോഗിച്ച് നൽകുന്ന ചില ദൈവകൃപ ഉണ്ടായിരിക്കും. ഒരാമേൻ ഉറക്കപ്പറ. ഈ ഉപവാസ പ്രാർത്ഥന അറ്റ്ലീസ്റ്റ് ഒരു 5 പ്രവാചകന്മാരെങ്കിലും ഈ ദൈവസഭയിൽ എഴുന്നേൽക്കണം.
ഹല്ലേലൂയ. കർത്തൃവേല ചെയ്യുന്ന കുറഞ്ഞതൊരു 5 പേരെങ്കിലും ഈ ഉപവാസത്തിൽ എഴുന്നേക്കണം. പുതിയതായിട്ടൊരു 5 കുടുംബങ്ങളെങ്കിലും ദൈവസഭയ്ക്കകത്ത് വരണം. ആമേൻ, ആമേൻ. സംഭവിക്കട്ടെ. ഈ വടിയും പിടിച്ചോണ്ടാ എവിടെ കയറിയേ? കുന്നിന്റെ മുകളിൽ കയറിയ, കുന്നിന്റെ മുകളിൽ കയറിയ. ആമേ 3 പേരും എഴുന്നേറ്റ് വന്നേ മക്കളെ. 3 പേരും എഴുന്നേറ്റ് വാടാ, ധൈര്യമായിട്ട് വാടാ. ഓ അമ്മമാരെന്തുവാന്നെന്തോ. എടാ 3 പേരും എഴുന്നേറ്റ് വാ. ആമേ ബാ, ബാ, നീ വാടാ, വാടാ. ഇപ്പൊ അവൻ അങ്ങോട്ട് നോക്കുന്നു. ആമേൻ. ഇതിനകത്ത് ആരാ മോശയാകാൻ തയ്യാറുള്ള ആരാ? അവൻ നോക്കുക, അവന്റെ മൊത്തത്തിൽ നോക്കുക. മോശയാരാ? ഇത് തന്നെ മോശ. ഓക്കെ, മോശയാണ് വടി പിടിച്ചോണ്ട് നിൽക്കുന്നത്. ഏത് വടിയാ? അങ്ങോട്ട് തിരിഞ്ഞു നിന്നോ. ഏത് വടിയാ? നീ പറ, ഏത് വടിയാ? ആരുടെ വടിയായിരുന്നു ആദ്യം? മോശയുടെ വടിയാണ്. ഇപ്പൊ ഏത് വടിയാ? ദൈവത്തിന്റെ വടി. എങ്ങനെ പിടിക്കുന്നേ? ഇങ്ങനെ. ഓക്കെ, ഈ വടി പിടിച്ചോണ്ട് എന്തോ ചെയ്യണമെന്നാ ദൈവം എപ്പോഴും ദൈവത്തിന്റെ, ശ്രദ്ധിച്ചേക്കണേ, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുവാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാര്യങ്ങൾ എപ്പോഴും ദൈവത്തിന്റെ പ്രിൻസിപ്പിളിലൂടെ ചലിക്കത്തുള്ളൂ. ദൈവത്തിന്റെ വ്യവസ്ഥയിലൂടെ മാത്രമേ ദൈവത്തിന്റെ കാര്യങ്ങൾ ചലിക്കത്തുള്ളൂ. ഇവിടെ ദൈവം പറയുന്നത് ഒരു ആത്മയുദ്ധം നടന്നാലേ അമാലേക്യർ വീഴത്തുള്ളൂ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരു ആത്മയുദ്ധം നടന്നാലേ അമാലേക്യർ വീഴത്തുള്ളൂ. അമാലേക്യർ വീഴണമെന്നുണ്ടെങ്കിൽ മോശെ, നീ കുന്നിന്റെ മുകളിൽ കയറണം. നീ പ്രാർത്ഥനാ മുറി കയറിയിട്ട് എന്ത് ചെയ്യണം? കരമുയർത്തി നിൽക്കണം. പിടിച്ചു നിന്നോ, കരമുയർത്തി പിടിക്കുക. ആമേൻ. ഈ കൈയും പൊക്കി പിടിച്ചോ. ആമേൻ. ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ ഇതാണ്. ഈ മോശ ഈ വടി പിടിച്ചോണ്ട് എന്ത് ചെയ്യണം? എവിടെ നിൽക്കണം? കുന്നിന്റെ മോള്. നമുക്ക് എല്ലാവർക്കും ഒരു കുന്നിന്റെ മോളുണ്ട് കേട്ടോ. വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതമാണ് നമ്മുടെ കുന്നിന്റെ മോള്. നോക്കേ, ഈ വടിക്ക് കൂടിപ്പോയാൽ 200 ഗ്രാം വെയിറ്റ് കാണും. ഈ വടിക്ക് കൂടിപ്പോയാൽ 200 ഗ്രാം വെയിറ്റ് കാണും. പക്ഷെ ഇപ്പോൾ എത്ര സിമ്പിളായിട്ടാ മോശ ഇത് പിടിച്ചോണ്ട് നിൽക്കുന്നേ, ഇല്ലേ? ഇതിങ്ങനെ പിടിച്ചു നിൽക്കുമ്പോ എന്താ സംഭവിക്കുന്നേ? ആത്മയുദ്ധം നടക്കുകയാ. വാഴ്ചകളുണ്ട് അവിടെ, അധികാരങ്ങളുണ്ട്, അന്ധകാര ലോകാധിപതികളുണ്ട്, ദുഷ്ടാത്മ സേനകളുണ്ട്. ഈ വടിയിലൂടെ ദൈവശക്തി അവിടേക്ക് ചെല്ലുമ്പോ അതിന് ചലിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഇതിന് അനങ്ങാൻ പറ്റത്തില്ല. അത് അനങ്ങാതിരിക്കുന്നിടത്തോളം കാലം അവിടെ താഴ്വരയിൽ അമാലേക്യൻ കളിപ്പാവയായിട്ട് നിൽക്കുകയാ. അവൻ അനങ്ങാൻ പറ്റത്തില്ല. ഇവിടുത്തെ വാഴ്ച ശക്തികളാണ് ഈ അമാലേക്യനെ എഴുന്നേൽപ്പിച്ചു വിടുന്നത്. നീ വാഗ്ദത്തത്തിലോട്ട് കയറത്തില്ല. നീ അനുഗ്രഹം പ്രാപിക്കാൻ സമ്മതിക്കത്തില്ല. നീ അനുഗ്രഹം അനുഭവിക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് ആമേൻ. ഈ വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ലോകാധിപതി. പക്ഷെ മോശ പറയാ, ദൈവം നിയോഗിച്ചു തന്നൊരു വടി എന്റെ കയ്യിലുണ്ട്. ഈ വടി മതിയടാ. ആമേൻ. ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ തടയുന്ന നിന്നെ തകർക്കാം. ഇവിടെ ഉണ്ടോ ദൈവമക്കള്? ഈ വടി മതിയടാ. ദൈവം അധികാരത്തോടെ തന്ന, ദൈവം അഭിഷേകത്തോടെ തന്ന, ദൈവം നിയോഗത്തോടെ തന്ന ഈ ദൈവിക ശുശ്രൂഷ മതി നിന്നെ തകർക്കാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മോശ ഒറ്റയ്ക്കല്ല പോകുന്നേ. മോശ ഒറ്റയ്ക്കല്ല കുന്നിന്റെ മുകളിലോട്ട് പോകുന്നേ. ആമേൻ. ദൈവത്തിന്റെ വായായിട്ട് നിനക്ക് ഞാൻ തന്നേക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് അഹരോനെ കൂടെ നിർത്തിയേക്കുക, ഹൂരിനെ കൂടെ നിർത്തിയേക്കുക. ഇവര് 3 പേരുടെ മേലോട്ട് പോകുന്നേ. കുറച്ചു നേരം ഇങ്ങനെ നിന്നപ്പോ എന്താ സംഭവിച്ചു? കൈ പതുക്കെ താഴാൻ തുടങ്ങി. കൈ പതുക്കെ താഴാൻ തുടങ്ങുമ്പോ എന്തോ സംഭവിക്കും? പൈശാചിക മണ്ഡലങ്ങൾ ചലിക്കും, ഇരുട്ടിന്റെ അധികാരങ്ങൾ ചലിക്കും. ഇടയ്ക്ക് കയറി ഞാനൊരു കാര്യം പറയാം. 21 ദിവസം ഉപവാസം. ഈ ആഴ്ചയാണോ തീരുന്നത് യാസനെ? ഈ ഞായറാഴ്ച തീരും. ഇതുവരെയുള്ള പ്രാർത്ഥന നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. ഇത് കണ്ടിന്യൂ ചെയ്തോണം. ഈ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തോണം. ആലയത്തിനകത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നിയോഗം ലഭിച്ചവർ ഇതിനകത്തുണ്ട്. നിയോഗത്തോടെ നീ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചോണം. ചില വാഴ്ചകൾ ചലിക്കത്തില്ല, ചില അധികാരങ്ങൾ ചലിക്കത്തില്ല, ചില അന്ധകാര ലോകാധിപതികൾ ചലിക്കത്തില്ല, ദുഷ്ടാത്മസേനകൾ ചലിക്കത്തില്ല. ലബ്രചമാന ശഗാലബ ഉദാറബാലബ റമസ്മസ്മൽ വർദനി ആഷ്മൽ വർദനിയ ശുമാൽ വർദനിയ വാഷ്മൽ വർദനിയ ഉദാറബാബാബാബ ഉദാറബാബാബാബ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നോക്കിയേ, അതുവരെ അനങ്ങാതെ നിൽക്കുമായിരുന്നു. അതുവരെ അനങ്ങാതെ നിൽക്കുമായിരുന്നു. നോക്കിയപ്പോ മോശയുടെ കരം താഴുന്നു. മോശയുടെ കരം പതുക്കെ താഴുന്നു. അപ്പോഴേ ആമേൻ. നമ്മുടെ ഇന്നത്തെ അഹരോന് ഊരുവാണ്. അല്ലേലും എനിക്കറിയായിരുന്നു അച്ഛന്റെ കൈ താഴുമെന്ന്. അല്ലേലും പിന്നെ കൈ പൊക്കിയപ്പോഴേ നമുക്കറിയാലോ എത്രത്തോളം പൊങ്ങിയിരിക്കുമെന്ന്. എന്ന് പറഞ്ഞില്ല.
എന്ന് പറഞ്ഞില്ല. ഇവന്മാർ രണ്ടുപേരുടെ പോയി എന്ത് ചെയ്തെന്നറിയാമോ? ഒരു കല്ല് കൊണ്ടുവന്ന് മോശ അങ്ങോട്ട് ഇരുത്തി. ഇവിടെ ഇരിക്കടാ, ഇവിടോട്ടിരി. ഒരു കല്ലിൽ ഇരിക്കുക ഇപ്പൊ മോശ. ഇപ്പൊ ഈ അഹരോൻ എന്താ ചെയ്യാന്നറിയോ? കൈപൊക്കി പിടി പോനെ. ആമേൻ. അഹരോൻ എന്താ ചെയ്യാന്നറിയോ? ഈ കയ്യെ പിടിച്ചേക്കോ, ഇവിടെ പിടിച്ചോടാ, രണ്ടു കൈയും പിടിക്കടാ. അങ്ങനെ പിടിച്ചോ. ആമേൻ. ഇപ്പൊ ഈ അഹരോൻ എന്താ ചെയ്തേക്കുവാ? ഈ കൈ താങ്ങി വെച്ചേക്കുവാ. ഹൂരെന്താ ചെയ്തേക്കുവാ? ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ എന്തുവാ? കരം ഉയർന്നിരിക്കണം. കല്ലേലിരിക്കോ ആമേ, കട്ടിലേ കിടക്കുവോ? ആമേ വിഷയല്ല, കരം ഉയർന്നിരിക്കണം. കരം ഉയർന്നിരിക്കണം. ആമേ കരം ഉയർന്നിരിക്കണം. നിന്റെ കരം ഉയർന്നിരിക്കണം. ദൈവം നിന്റെ കരം ഉയർന്നിരിക്കണം. 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 ഓ കരം ഉയർന്നിരിക്കണം. 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 നോക്കിയേ, ഇവന്റെ കൈ എപ്പോഴും താഴെ പോയി. മോശയുടെ കൈ എപ്പോഴും താഴെ പോയി. മോശയുടെ കൈ എപ്പോഴും താഴെ പോയി. പക്ഷെ അഹരോൻ പറയും, എനിക്കൊരു വാശിയുണ്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? അഹരോൻ പറയും, എനിക്കൊരു വാശിയുണ്ട്. താഴ്വരൊരു യുദ്ധം നടക്കുക. താഴ്വരൊരു യുദ്ധം നടക്കുക. അമാലിയക്ക ശക്തികൾ പരാജയപ്പെട്ടിരിക്കുക. ഈ കരം താണാൽ, ഈ കരം താണാൽ വാഗ്ദത്തത്തിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. എന്തു വില കൊടുത്തും, എന്തു വില കൊടുത്തു ഈ കരം താഴാൻ ഞാൻ സമ്മതിക്കത്തില്ല. അഹരോൻ പറയുക, ഈ കരം താഴാൻ ഞാൻ സമ്മതിക്കത്തില്ല. ദൈവശക്തി അലികട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഓക്കേ. ആമേൻ. വചനം എന്താ പറയുന്നതെന്നറിയോ? സന്ധ്യ വരെ. എവിടെ വരെയാ? സന്ധ്യ വരെ. എന്റെ ചിന്ത പറയാം, വൈകിട്ട് 6 മണി വരെയാ ദൈവം പ്ലാൻ ചെയ്തത് യുദ്ധം. മനസ്സിലായോ? 6 മണിയോട് അടുക്കുന്ന സമയത്ത്, എന്റെ ചിന്തയാന്നേ, 6 മണിയോട് അടുക്കുന്ന സമയത്ത് താഴെ ഒരുത്തൻ ഓടി വരുവാ. താഴ്വരയിൽ നിന്ന് ഓടി വരും. എവിടോട്ടാ? പർവ്വതത്തിന്റെ മുകളിലോട്ട്. എന്റെ ചിന്തയാന്നേ, പർവ്വതത്തിന്റെ മുകളിലോട്ട് ഓടി വന്നിട്ട് പറയാ, യുദ്ധം തീർന്നു, യുദ്ധം തീർന്നു. അന്ധകാര മണ്ഡലം പരാജയപ്പെട്ടു. അമാലിക ശക്തി പരാജയപ്പെട്ടു. നമ്മൾ ജയിച്ചു, നമ്മൾ ജയിച്ചു. എന്നിട്ടാ ഈ കരത്താണത്, എന്നിട്ടാ ഈ കരത്താണത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ആത്മാവ് ആരോടൊക്കെയോ പറയുന്നു, യുദ്ധം തീരുന്നത് വരെ, യുദ്ധം തീരുന്നത് വരെ, യുദ്ധം തീരുന്നത് വരെ, യുദ്ധം തീരുന്നത് വരെ. വൈഡൽ പ്രൗഡി ബി ഷേദേരിയ യുദ്ധം തീരുന്നത് വരെ നിനക്ക് വിശ്രമമില്ല. മനസ്സിലായോ? യുദ്ധം തീരുന്നത് വരെ നിനക്ക് വിശ്രമമില്ല കുഞ്ഞെ. യുദ്ധം തീരുന്നത് വരെ നിനക്ക് വിശ്രമമില്ല. നീ ഒറ്റയ്ക്കല്ല യുദ്ധം ചെയ്യുന്നത്. കൂടെ നിൽക്കേണ്ട ചിലതിനെ നിനക്ക് കൂട്ടുതരും ദൈവം. ദൂതന്മാരെ നിനക്ക് സഹായത്തിന് തരൂ. ആമേ. ശക്തന്മാരായ ദൂതന്മാർ നിനക്ക് കാവലായിട്ട് നിൽക്കും. ഇന്ന് രാവിലെ അത് പ്രാപിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. കരങ്ങൾ അടിച്ചു മഹത്വം കൊടുത്ത്. ജുബൽ പ്രൗഢ രഗരഗരഗരഗരഗ അർത്തുന വൈഡഗ വേദഗ ശാന്തര ജൂബാ ബാ 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 ബാ. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ആമേൻ. ഹല്ലേലൂയ. നമുക്കൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, ഒരു എതിരാളിയും ഉണ്ട് കേട്ടോ. ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, ഒരു എതിരാളിയും ഉണ്ട്. ആമേൻ. എതിരാളി ഉണ്ടെന്ന് പറഞ്ഞ് നിനക്ക് വാഗ്ദത്തം കിട്ടാതിരിക്കത്തില്ല. എതിരാളിയെ തകർത്ത് നീ അത് പ്രാപിക്കണം. അതിന് ദൈവം നിനക്ക് കരുത്ത് തരും. പ്രാർത്ഥനയും ഉപവാസവുമാണ് ആ കരുത്തിനെ കൂട്ടുന്നത്. ആരാധന അതിനൊരു നിർണായക ഘടകമാണ്. അതാത് സമയങ്ങളിൽ ദൈവം നിനക്ക് തരുന്ന ദൈവശബ്ദം അതിനൊരു തെളിവാ.
അതാത് സമയങ്ങളിൽ ദൈവം നിയോഗത്തോടെ നിന്നോട് പറയുന്ന ചില കാര്യങ്ങൾ ചെയ്തോണം. ഹല്ലേലൂയ. ഈ 3 പേരും ദൈവത്തിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. ആരൊക്കെയാ? മോശ നേരത്തെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഒന്ന്, നേതാവിനെ അനുസരിച്ച യോശുവയെ. താഴ്വരെ യുദ്ധം ചെയ്യാൻ പറഞ്ഞപ്പോൾ നീ പോകാൻ പറഞ്ഞില്ല മോശയോട്. ഞാൻ പോകാമെന്നാ പറഞ്ഞു. രാമേൻ പറ. അഭിഷക്തന്മാർ നിയോഗത്തോടെ പറയുന്ന കാര്യങ്ങൾക്ക് ആമേൻ പറഞ്ഞോണം. അടുത്ത തലമുറയെ നയിക്കാൻ നിന്നെ ദൈവം തിരഞ്ഞെടുക്കും. അടുത്ത തലമുറയെ നിയോഗിക്കാൻ ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്യും. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയാം: എൻ്റെ ദാസനായി മോശ മരിച്ചു, ഞാൻ മരിച്ചിട്ടില്ല. നിന്നെ ഞാൻ ആ സ്ഥാനത്തേക്ക് ആക്കാൻ പോവാ. മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. മോശയോട് കൂടെ ഇരുന്നത് പോലെ, മോശയോട് കൂടെ ഇരുന്നത് പോലെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്നലകളിൽ കർത്താവിന് വേണ്ടി ഓടിയ ഒത്തിരി അഭിഷക്തന്മാരുണ്ട്. നന്ദിയോടെ നമ്മൾ അവരെ ഓർക്കുക കേട്ടോ. അവിടെ കണ്ണുനീരിന്റെ മുകളിൽ നമ്മൾ നിൽക്കുന്നത്. ഉണ്ണുണ്ണി സാർ, കെ എബ്രഹാം അപ്പച്ചൻ, ഹല്ലേലൂയ. ആമേൻ. കുക്കു സാഹിബ്, ഹല്ലേലൂയ. ഇന്നലകളിൽ ഓടിയ ഒത്തിരി അഭിഷക്തന്മാരുണ്ട് അല്ലേ? അവിടെ കണ്ണുനീരിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ചിലർ ഈ മൈക്ക് കിട്ടിയാലുണ്ടല്ലോ, ഇവരെ കുറ്റം പറയാതെ മൈക്ക് താഴെ വെക്കത്തില്ല. എടാ, അവർ കണ്ണ് കിട്ടിയ വെളിപ്പാടിൽ അവർ കർത്താവിനെ ശുശ്രൂഷിച്ചു. നിനക്കിന്ന് കിട്ടിയ വെളിപ്പാട് നീ ശുശ്രൂഷിക്ക്, കുറ്റം പറയാതിരിക്കേ. ഹല്ലേലൂയ. നോക്കിയേ, ആമേൻ. അവർ ഓടി ചെല്ലേണ്ടത് ചെന്നു. ദൈവം അവർക്ക് കൊടുത്ത വിരുദ് അവര് പൂർത്തിയാക്കിയിട്ട് അവർ ഓടിച്ചെന്ന്. അവർ ബാറ്റൺ നമ്മുടെ കയ്യിലോട്ട് തന്നേക്കുക. അവർ ഓടിയിട്ട് അടുത്ത ബാറ്റൺ നമ്മുടെ കയ്യിലോട്ട് തന്നേക്കുക. ദൈവം പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? എൻ്റെ ദാസനായ മോശ മരിച്ചു, ശരിയാ, പക്ഷെ ഞാൻ മരിച്ചിട്ടില്ല. മോശയെ ഉപയോഗിച്ച, മോശയ്ക്ക് അധികാരം കൊടുത്ത, മോശയെ അപ്പോയിന്റ് ചെയ്ത ഞാൻ മരിച്ചിട്ടില്ല. നിന്നെ ഞാൻ ആ സ്ഥാനത്തേക്ക് ആക്കാൻ പോവാ. ഇന്ന് രാവിലെ എനിക്കറിയത്തില്ല, ഈ മീറ്റിംഗിന്റെ ഇടയിൽ ചില സെലക്ഷൻസ് നടക്കുന്നു. ആമേൻ. ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടേണ്ട ചിലതിനെ ഇന്ന് രാവിലെ തെരഞ്ഞു പിടിച്ച് പരിശുദ്ധാത്മാവ് ആമേൻ, 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 ആമേൻ അപ്പോയിന്റ് ചെയ്യാൻ പോവാ. എന്റെ ദാസനായ മോശ മരിച്ചു, ഞാൻ മരിച്ചിട്ടില്ല. ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു. ദൈവം പറയാടാ, മോശ പറഞ്ഞത് ചോദ്യം ചെയ്യാതെ അനുസരിച്ച് നീയാ യോശുവയെ. നീ ആയിരിക്കണം അടുത്ത തലമുറയെ നയിക്കേണ്ടത്. നീ അതനുസരിച്ചപ്പോൾ തന്നെ നിന്റെ മേൽ വീണത് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഇന്ന് രാവിലെ എത്ര പേര് വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിലരെ ദൈവം മുന്നിൽ നിന്ന് നയിക്കാൻ ഈ തലമുറ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവാ. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി, ദൈവവേലയുടെ വ്യാപ്തിക്കായി, കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്ന ഒറ്റ ആഗ്രഹത്തോടെ ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. അപ്പുറത്ത് നിന്ന് വടി പിടിച്ച കൈ താങ്ങിയതാരാ? അഹരോന അല്ലേ? അഹരോനെ വിളിച്ചിട്ട് പറയാം, മക്കളെ, നീ എൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ശുശ്രൂഷയാ ചെയ്തത്. ആമേൻ. നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ അങ്ങ് തെരഞ്ഞെടുക്കുക. എന്തിനാണെന്നറിയാവോ? ഈ ജനത്തിന് വേണ്ടി എൻ്റെ സന്നിധിയിൽ നിൽക്കാൻ. ആമേൻ. അതിനകത്ത് കോരഹും ദാദാനും അബീരാബും ഒക്കെ പല്ല് കടിച്ചിട്ട് കാര്യമുണ്ടോ? അവന്മാർ കിടന്ന് മത്സരിച്ചിട്ട് കാര്യമുണ്ടോ? ദൈവം തെരഞ്ഞെടുത്തവനെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇന്ന് രാവിലെ ആരോടോ ദൈവത്തിന്റെ ആത്മാ പറയുക, ദൈവം നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ നീ ഒന്നും തെളിയിക്കാൻ പോണ്ട, ദൈവം തെളിയിച്ചോളും. ദൈവം നിന്നെ തെരഞ്ഞെടുത്തെന്ന് ദൈവം തെളിയിക്കും. ദൈവം നിന്നെ തെരഞ്ഞെടുത്തെന്ന് ദൈവം തെളിയിക്കും. ദൈവം തെരഞ്ഞെടുത്ത എങ്ങനെയാന്ന് നമുക്കറിയാം ഇല്ലേ? എസ്ഐയിലോട്ട് കയറാൻ പോകുന്നേ ഉള്ളൂ. ഇന്നൊരു 3 മണിയായിട്ട് പോകാൻ കുഴപ്പമില്ലല്ലോ. ഇന്നത്തെ ദിവസം നമ്മൾ ഈ ക്ലോക്ക് ഇച്ചിരി നേരത്തേക്ക് തിരിച്ചു വെക്കുക. ഇപ്പൊ സമയം ഒരു 11 മണി ആയതേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലാണ്ട് അത്രേ ഉള്ളു. അപ്പൊ നിങ്ങൾ ആരും ഇനി ക്ലോക്കേ നോക്കാം. നിങ്ങൾ ആരെയും ക്ലോക്കേ നോക്കുവാന്ന് ഇവിടെ പരിശുദ്ധനുണ്ടോ നിർത്താൻ പറയും. മനസ്സിലായോ? നിങ്ങൾ ആരെങ്കിലും ക്ലോക്കേ നിർത്താൻ ഇവിടെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചാൽ ഇവിടെ പറയും, പരിശുദ്ധൻ പറയും നിർത്താൻ പറയും. ഒരാള് ചിന്തിച്ചാൽ മതി, നേരം പറയുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം 30-ാം തീയതി ഒരു 21 ഡേയ്സ് 21 ഡേയ്സിന്റെ ലാസ്റ്റ് സെഷന് ശുശ്രൂഷിക്കാൻ ദൈവം അവസരം തന്നു. ദൈവത്തിന് മഹത്വം. ആമേൻ. ആദ്യത്തെ ദിവസം രാവിലെ പോയ മീറ്റിംഗ് എന്ന് പറയുന്നത് 100-200 പേരുണ്ടായിരുന്നു. 100-200 പേരുണ്ടായിരുന്നു. വർഷിപ്പിന് അവർ ഒത്തിരി സമയം എടുത്തു.
ആമേ. പിന്നെ കുറേ ദൈവദാസന്മാർ, ലാസ്റ്റ് ദിവസം ഇല്ലയോ, ആമേ, കുറേ ദൈവദാസന്മാരുണ്ട്. എല്ലാവർക്കും 5-5 മിനിറ്റ് വീതം കൊടുത്തു. കാരണം അവരെയൊക്കെ പ്രീതിപ്പെടുത്തിയാലേ അവരൊക്കെ നിൽക്കത്തുള്ളൂ കൂടെ. അവസാനം എനിക്ക് ശുശ്രൂഷിക്കാൻ നിന്ന് വെറും 45 മിനിറ്റ് താഴെയാണ്. ഞാൻ 35 മിനിറ്റ് ആയപ്പോഴും ഞാൻ നിർത്തി. കാരണം അവർക്ക് ആ മെസ്സേജിൽ നിന്ന് അവർക്കൊന്നും വേണ്ട. കാരണം 20 ദിവസം ഓൾറെഡി എന്ത് ചെയ്ത് എങ്ങനെങ്കിലും നിർത്തിയിട്ട് അവർക്ക് പോയി തിന്നാൽ മതി. പായസത്തിന്റെ മണം അടിക്കുന്നു. ഞാൻ 35 മിനിറ്റ് ആയപ്പോഴും ഞാൻ നിർത്തിയിട്ട് ഞാൻ പോയി. അന്ന് വൈകിട്ട് ആമേൻ കാട്ടാക്കടയിൽ എനിക്ക് കൊല്ലത്ത് വരണം. കൊല്ലത്ത് തുരുത്തിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ വണ്ടി ഓടിച്ച്, മഴയായിരുന്നു, ഇതുപോലെ മഴയായിരുന്നു. ഞാൻ ഓടിച്ചു വന്നു. ഞാൻ ദൈവമേ അവിടുത്തെ പോലെ ആയിരിക്കും ഇവിടെ. ഒരു 5-6 ഡോക്ടർമാർ ആൻറ്റിമാർ ഒരുമിച്ച് കൂടിയിരിക്കുമായിരുന്നു. അവർ 21 ദിവസത്തെ ഉപവാസമായിരുന്നു കേട്ടോ. അതിൻ്റെ ലാസ്റ്റ് സെഷനായിരുന്നു. ഒരു 5-6 പേരേ ഉള്ളൂ. ഞാൻ 4:50 അവിടെ വന്നു. 5 മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നു. ദൈവമക്കളെ നിങ്ങൾ വിശ്വസിക്കോ, 9 മണി ആയപ്പോഴും ഞാൻ വാച്ചിലോട്ട് നോക്കുന്നത്. 6, 7, 8, 9 4 മണിക്കൂർ നിയോഗത്തോടെ അവരെ ശുശ്രൂഷിച്ചിട്ട് അവർ പിന്നെ ദാഹത്തോടിരിക്കുക. നിങ്ങളിവിടെ ഉണ്ടോ? ദാഹത്തോടിരിക്കുവാണെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. അതല്ല മതിയെന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചപ്പോഴും ചില നടക്കത്തില്ല. തെറ്റിദ്ധരിക്കല്ല ആ വാക്കിനെ. യേശു കർത്താവിന് സ്വന്തം നാട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ? അവിടെ അവിശ്വാസവും ഹൃദയകാഠിന്യവും. അവിശ്വാസവും ഹൃദയകാഠിന്യവും ഉണ്ട്, കർത്താവിന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആമേൻ ആമേൻ, ആ രാജവൃത്യരെ പോലുള്ളവരുണ്ടെങ്കിൽ കർത്താവ് നീ വരുവെന്നും വേണ്ട, നീ ഒരു വാക്ക് ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി, എൻ്റെ വീട്ടിൽ കിടക്കുന്ന കൊച്ചന് സൗഖ്യം വരും. എന്താണ് രാജവൃത്യ നീ അങ്ങനെ പറഞ്ഞത്? കർത്താവ് വരുന്നതിന് തുല്യമാ കർത്താവിന്റെ ഒരു വാക്ക് വരുന്നത്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഹല്ലേലൂയ, ശക്തിയോടെ രാമേ പറഞ്ഞേ. അടുത്തവൻ ഇപ്പുറത്ത് നിന്ന് അവിടെ വരുന്നവാ ഊര്. ആമേ, അഹരോന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. പ്രൈസല്ലോ. നോക്കിയേ, ദൈവം പറയുക, എടാ ഞാൻ തെരഞ്ഞെടുത്തവനെതിരായിട്ട് എന്തെങ്കിലും പരിപാടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ തെളിയിച്ചോളാം. ഒരു കാര്യം ചെയ്യാം, 12 പേരെ ഇഞ്ഞ് വിളിക്ക്, 12 ഗോത്രങ്ങളിലും വിളിക്ക്, എല്ലാം ഇതിന് നേരത്തെ കൊടുക്കുന്നമാരെ വിളിക്ക്. അവന്മാരുടെ പേര്, അവന്മാരുടെ ഗോത്രങ്ങളുടെ പേരെഴുതിക്കൊണ്ട് ഓരോ വടിയും കൊണ്ടുവാ, ഓരോ വടിയും കൊണ്ടുവാ. ഹല്ലേലൂയ. 12ാമത്തെ ആള് ലേവി ഗോത്രം. പക്ഷെ ലേവി ഗോത്രത്തിനും ലേവിയുടെ പേരല്ല എഴുതേണ്ട, അഹരോന്റെ പേരെഴുതണം. ആമേൻ പറ. ബാക്കി 11ലും ആമേൻ ഗോത്രങ്ങളുടെ പേരെഴുതിയപ്പോ ലേവിയുടെ ഇതിന്റെ പേര് എന്തെഴുതി? അഹരോന്റെ പേര്. ഒരാമേൻ പറഞ്ഞേ. അഭിഷേകമുള്ളവനെ എവിടെയും ദൈവം വ്യത്യസ്തനായിട്ട് നിർത്തും. ദൈവകൃപയുള്ളവനെ എവിടെയും ദൈവം വ്യത്യസ്തനായിട്ട് നിർത്തും. അങ്ങനെ ദൈവം നിങ്ങളെ വിളിച്ചേക്കുന്നത്, അങ്ങനെ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തേക്കുന്നത്. ചേർന്ന് രാമേൻ പറ, ശക്തിയോടെ രാമേൻ പറ. 12 വടി ഒരുപോലത്തെ വടിയായിരുന്നു കേട്ടോ. എല്ലാവരുടെയും പേര് അവരുടെ പേരെഴുതിയത് കാണിച്ചു, ജനത്തെ കാണിച്ചു കാണിച്ചു കാണിച്ചു. എല്ലാം എവിടെ വെച്ചു? പെട്ടകത്തിനകത്തോട്ട് വെച്ചു. പെട്ടകത്തിനകത്ത് സാക്ഷ്യകൂടാരത്തിനകത്തോട്ട് കൊണ്ടുവച്ചു. ആമേൻ. എല്ലാവരും വീടുകളിൽ പോയി കിടന്നുറങ്ങുക, എല്ലാവരും വീടുകളിൽ പോയി കിടന്നുറങ്ങുക. പക്ഷെ എന്റെ ചിന്ത പറയാ, അഹരോന് ഉറങ്ങാൻ കഴിയുന്നില്ല. എന്റെ ചിന്തയാണ്, അഹരോന് ഉറങ്ങാൻ കഴിയുന്നില്ല. ദൈവമേ, കാരണം കർത്താവുമായിട്ട് കണക്ട് ചെയ്തോണ്ടിരിക്കുക, സാന്നിധ്യമായിട്ട് കണക്ട് ചെയ്തോണ്ടിരിക്കും. എന്ത് സംഭവിച്ചെന്നറിയാമോ? സാന്നിധ്യമുള്ളിടത്ത് വടി ചലിക്കാൻ തുടങ്ങി. സാന്നിധ്യമുള്ളിടത്ത് വടി ചലിക്കാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. ഒരു ചെടി നട്ടാൽ അല്ലെങ്കിൽ ഒരു വിത്ത് വെച്ചാൽ, ഒരു കമ്പ് നട്ടാൽ ആഴ്ചകൾ എടുക്കും അതിന്റെ മുള പൊട്ടി വരാൻ. കാരണം എന്താ? അതിന്റെ വേര് താഴോട്ട് ഇറങ്ങണം. വേര് താഴോട്ട് ഇറങ്ങിയ മണ്ണിനകത്ത് വളം വലിച്ചെടുക്കണം. ആമേ ഹല്ലേലൂയ. വലിച്ചെടുത്തിട്ട് ആമേ വളം വലിച്ചെടുത്തിട്ട് അത് ഇതിനകത്തൂടെ കേറി ഹല്ലേലൂയ ചിലയിടത്ത് വന്ന് ഒരു പൊട്ടി മുളച്ച് ഹല്ലേലൂയ അത് ഇല വന്ന് ആമേ അങ്ങനെ ഒരു അനുഭവം വരണമെങ്കിൽ ആഴ്ചകൾ എടുക്കും. നോക്കിയേ, ദൈവ സാന്നിധ്യത്തിനകത്തിരുന്ന വടി വെറും 12 മണിക്കൂറായിരുന്നത്. എന്റെ ചിന്ത പറയാം, ആമേ വൈകിട്ട് 6 മണിക്ക് കൊണ്ടുവച്ച വടി പിറ്റേന്ന് രാവിലെ ഹല്ലേലൂയ അഹരോനും മോശയും മറ്റുള്ളവരും ഒക്കെ വരുന്നതിന് മുമ്പ് ഈ മത്സരികൾ അവിടെ വന്ന് നിൽക്കുക. ഈ മത്സരികൾ അവിടെ വന്ന് നിൽക്കുക. അവരുടെ ആഗ്രഹം ഞങ്ങളുടെ വടി കിളിർത്തോ എന്നുള്ളതല്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? അവരുടെ ആഗ്രഹം ഞങ്ങളുടെ വടി കിളിർത്തോ എന്നുള്ളതല്ല, ഇവന്റെ വടി കിളിർത്തോ എന്നുള്ളതാ. മനസ്സിലായോ? നമ്മളെക്കാട്ടി നമ്മളെ വാച്ച് ചെയ്യുന്ന ചിലരുണ്ട്, നമ്മളെക്കാട്ടി നമ്മളെ വീക്ഷിക്കുന്ന ചിലരുണ്ട്. ചേർന്ന് രാമേ പറ. അവരുടെ നടുവിൽ നമ്മുടെ നടപ്പ് നിർമ്മലതയുള്ളതായിരിക്കണം. അവരുടെ നടുവിൽ നമ്മുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കണം, വക്രതയില്ലാത്തവരായിരിക്കണം. ഒരാമേ പറ. ഞങ്ങളുടെ ചർച്ചിന്റെ ഇന്റീരിയർ ചെയ്തത് ആ ദേശത്തിലെ ഏറ്റവും നമ്പർ 1 RSSകാരനാണ്. 10 ലക്ഷം രൂപയുടെ ഇന്റീരിയർ മാത്രം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ കഴിഞ്ഞിടയ്ക്കാണ് ഞാൻ ആ പൈസ കൊടുത്തു തീർത്തത്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞിടയ്ക്കാണ് ഞാൻ ആ പൈസ കൊടുത്തു തീർത്തത്. ഹല്ലേലൂയ. അദ്ദേഹം ഞങ്ങളുടെ ചർച്ചിനകത്തിരുന്ന് എന്നോട് പറഞ്ഞൊരു വാക്കിങ്ങനെ, എനിക്കൊരാളെ മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ അയാളോട് പൈസ ചോദിക്കത്തില്ലെന്ന്.
എന്നാൽ ഞങ്ങളുടെ ചർച്ചിന്റെ പണി ചെയ്ത പാസ്റ്റർ, ബിൽഡർ ആയിരിക്കുന്ന പാസ്റ്റർ, ലാസ്റ്റ് പൈസയും മേടിച്ചിട്ടാ ഞങ്ങളെ ഞങ്ങളുടെ ഡെഡിക്കേഷനിലോട്ട് വിട്ടത്. അറിയാമോ? 3 മാസം കഴിഞ്ഞിട്ടാ മനുഷ്യന് ബാക്കി ലക്ഷങ്ങൾ കൊടുക്കാനിടയായി തീർന്നത്. ഞാൻ പറഞ്ഞൊരു ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? നിന്നെ ദൈവം തെളിയിക്കാൻ പോകുന്നത് സ്വന്തക്കാരുടെ നടുവിൽ മാത്രമല്ല, ദൈവത്തെ അറിയാത്തവരുടെ ചിലരുടെ നടുവിൽ, ദൈവമായിട്ട് ബന്ധമില്ലാത്ത ചിലരുടെ നടുവിൽ. നോക്കിയേ, 12 പേരും രാവിലെ വരുവാ. ഹാലലു വന്നിട്ട് മോശ പറയാ, എല്ലാരും പോയി നോക്ക്. ആമേൻ, നിങ്ങളുടെ വടി അങ്ങോട്ട് എടുക്ക്, അവരവരുടെ വടി എടുക്ക്. ആമേൻ, ഹാലലു. ഓരോരുത്തർ വരുവാ. രൂപേൻ വരുവാ, രൂപേന്റെ ഗോത്രത്തിൽപ്പെട്ട അഹരോനെ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞവൻ വരുവാ. ഹാലലൂയ. ആമേൻ, വന്ന് അവനെ നോക്കി ചിരിച്ചോണ്ടാ പോന്നെ. ചെന്ന് നോക്കി സാക്ഷ്യ കൂടാരത്തിനകത്ത് വടിയെടുത്തു. അയ്യോ രൂപേൻ എന്നുള്ള പേരുണ്ട്, ഒന്നും ഉണ്ടായില്ല. എല്ലാരെയും കാണിച്ചോണ്ട് ഇങ്ങനെ പോവുക. അടുത്ത വരുവാ ശിമയോൻ വരുവാ. ശിമയോനും ആമേൻ പ്രതീക്ഷയോടാ വരുന്നത്, പക്ഷെ ഒരു പ്രതീക്ഷയ്ക്കുള്ള ഒന്നുമില്ല. ആമേൻ, ഹല്ലേലൂയ. നോക്കിയേ, 11 പേരും വന്നു കേട്ടോ. 11 പേരും വന്നു. 12ാമൻ വരുവാ. ലേവി ഗോത്രത്തിൽപ്പെട്ടവൻ വരുവാ. ആരാ വരുന്നത്? അഹരോനാ വരുന്നത്. അഹരോൻ വലിയ തലയൊന്നും പൊക്കിയല്ല വരുന്നത്, ചിരിച്ചോട്ടൊന്നും അല്ല വരുന്നത്. അവൻ തല കുനിച്ചാ വരുന്നത്, പ്രയാസത്തോടാ വരുന്നത്. കാരണം എന്താണെന്നറിയാമോ? ദൈവം എന്നെ തെരഞ്ഞെടുത്തെന്ന് ദൈവം തെളിയിച്ചില്ലെങ്കിൽ, ദൈവം, നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഒരു ഭയങ്കര ദൈവസാന്നിധ്യം ഇരിക്കുന്നു കേട്ടോ. ഭയങ്കര ദൈവസാന്നിധ്യം ഇരിക്കുന്നു കേട്ടോ. ഹല്ലേലൂയ. ദൈവം എന്നെ തെരഞ്ഞെടുത്തെന്ന് ദൈവം തെളിയിച്ചില്ലെങ്കിൽ ഈ ജനത്തിന്റെ മുമ്പിൽ ഞാൻ പരിഹാസമാകും. ഈ ജനത്തിന്റെ മുമ്പിൽ ഞാൻ പരിഹസിക്കപ്പെടും. അങ്ങനെ തല കുനിച്ച് വിഷമത്തോടെ, വേദനയോടെ ആ പെട്ടകത്തിനകത്തോട്ട് വരുവാ. ആ പെട്ടകത്തിനകത്തോട്ട് വന്ന് അവൻ അങ്ങോട്ട് നോക്കുമ്പോ അവന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ഹല്ലേലൂയ ഹൃദയം തുടിക്കാൻ തുടങ്ങി. അവൻ ഒന്നുകൂടെ ആ പെട്ടകത്തിലോട്ട് നോക്കുക. അവന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നോക്കുമ്പോ അവൻ തലേന്ന് വെച്ച വടിയല്ല ഇവിടെ ഇരിക്കുന്നത്. ആ വടി അവൻ എടുക്കുകയാ. നോക്കുമ്പോ അതിനകത്ത് പൊട്ടിക്കിളിർപ്പ് നടക്കുകയാ. അതിനകത്ത് ഹല്ലേലൂയ ഇല വരികയാ. അതിനകത്ത് ഫലം വരികയാ. ആ വടിയും എടുത്തോണ്ട് മുന്നോട്ട് വരുമ്പോ ആൾക്കാരെ കാണിക്കുക. കണ്ടോ. ആമേൻ. അവിടെ പറയുന്ന പദം ഇങ്ങനെയാ: ദൈവം പരിഹാസത്തെ നിർത്തലാക്കി, ദൈവം മത്സരത്തെ നിർത്തലാക്കി. ഇന്ന് രാവിലെ ആത്മനിയോഗത്തോടെ ഈ ചർച്ചിനകത്ത് ഉപവസിക്കുന്ന ചില ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. നിന്നെ ദൈവം തെരഞ്ഞെടുത്തെന്ന് നീ അല്ല തെളിയിക്കുന്നത്, ദൈവം തെളിയിക്കാൻ പോവുക. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. ഈ ഉപവാസത്തിന്റെ ഇടയിൽ നീ ഒന്നും ചെയ്യണ്ട. നീ ദൈവ സാന്നിധ്യത്തിനകത്ത് മറഞ്ഞിരുന്നാ മതി. ദൈവ സാന്നിധ്യത്തിനകത്ത് മറഞ്ഞിരുന്നാ മതി. അതെ, ആ കരമുയർത്തി ആന്റിയോട് ദൈവത്തിന്റെ ആത്മ വ്യക്തമായിട്ട് ദൂത് പറയുന്നു കേട്ടോ. അൽമനശസ്യാദന. ഈ ദിവസങ്ങൾ ദൈവം ചില തെളിയിക്കും കേട്ടോ. എങ്ങനെ തെളിയിക്കുന്നത് അറിയോ? ദുഷ്ടനും നീതിമാനും, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവം തെളിയിക്കാൻ പോവുക. അടകജകലഘടകസ്യ, പരിഹസിച്ച ചിലതിന്റെ നടുവിൽ, ഹല്ലേലൂയ, ദൈവനാമത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചതിന്റെ ആമേൻ പേരിൽ അടക്കം പറഞ്ഞ്, ഹല്ലേലൂയ, നിങ്ങളെ വേദനപ്പെടുത്തിയ വാക്കുകൾ, നിങ്ങളുടെ ഉള്ളിൽ കേറിയ ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാ. അതിന്റെ നടുവിൽ ഇന്ന് പകൽ ദൈവാത്മ വ്യക്തമായി പറയുന്നു, ദൈവം തെരഞ്ഞെടുത്തവന്റെ വടിയെ ദൈവം തളിർപ്പിക്കുന്നത് കാണുന്നത് വേറെ ആരുമല്ല, ആ കുറ്റം പറഞ്ഞവര് കാണും. ആമേൻ. നിങ്ങളുടെ ഭവനത്തിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കാൻ സമയമായി കേട്ടോ. ഈ ദിവസങ്ങളിൽ ചില അറ്റകുറ്റങ്ങൾ തീർത്ത്, ആമേൻ, ചില പഴുതുകൾ അടച്ച്, പ്രാർത്ഥനാ മുറി നീ സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറായ, ആമേൻ, ചില വാഗ്ദത്തത്തിന് തടസ്സമായി നിൽക്കുന്ന ചില അമാലിയക്ക് ശക്തികൾ കീഴടങ്ങുക മാത്രമല്ല, ആമേൻ, ഒരു ദൈവപ്രവർത്തിയുടെ സാക്ഷ്യം നിന്റെ ഭവനത്തിനകത്ത് കടന്നു വന്ന് ദൈവമക്കൾ ഒരുമിച്ചിരുന്ന് കർത്താവിനെ ആരാധിക്കത്തക്ക വിധത്തിലുള്ള ഒരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യാൻ പോവുക. ദിവസം ഈ ദൂതിന് ആമേൻ പറഞ്ഞു. ഒരത്ഭുതം ഈ ഉപവാസം കഴിയുമ്പോൾ സംഭവിക്കും. ഈ പ്രാർത്ഥന കഴിഞ്ഞാലും നിർത്തരുത്. ഈ ഉപവാസം കഴിഞ്ഞാലും നിർത്തരുത്. ഈ ഉപവാസം കഴിഞ്ഞാലും നിന്റെ പ്രാർത്ഥന നിർത്തരുത്. അത് നീ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അടകടക താഴ്വരയിൽ നിന്ന് യുദ്ധം ചെയ്ത ഒരുത്തൻ നിന്റെ അടുത്തോട്ട് ഓടി വരും.
പറയുന്നു, ആമേൻ, ജയിച്ചു 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 എന്നുള്ളൊരു വാക്ക് നീ പറയുന്ന കേൾക്കുന്നത് വരെ നിന്റെ കരം ഉയർന്നിരിക്കണം. നിന്റെ കരം ഉയർന്നിരിക്കണം. ഒരു ദൈവപ്രവർത്തിയുടെ സാക്ഷ്യമാ, ഒരു മറുപടിയുടെ സാക്ഷ്യമാ ഈ ദിവസങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് മുഴങ്ങുമെന്ന് ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നു. 50 മുഴം ഉയരമുള്ള കഴുകുമരം എന്തിനാ ഹാമാൻ ഉണ്ടാക്കിയെന്നറിയാമോ? മൊർദെഖായിയെ തൂക്കാൻ വേണ്ടി മാത്രമല്ല, മൊർദെഖായി തൂങ്ങുന്നത് ദേശം മുഴുവൻ കാണാനും കൂടാ. നിന്റെ ഭവനം അങ്ങനെ പരസ്യകോലമാകുന്നത് കാണാൻ കൊതിച്ച 1-2 പേരല്ല കേട്ടോ. ആമേ, നിന്റെ വീട് അങ്ങനെ ദേശത്ത് പരസ്യകോലമാകുന്നത് കാണാൻ കൊതിച്ച 1-2 പേരല്ല. എന്നാൽ അതിന്റെ നടുവിൽ ആത്മാവ് ഇങ്ങനെ പറയുന്നു, അടകജകല ഘടകച്ചസിയ അടകജകല ഘടക. ഒരു 3 ദിവസത്തെ ഉപവാസം. ആ ഉപവാസത്തിന്റെ നടുവില് ഹാമാന്റെ കാര്യങ്ങളെല്ലാം തിരിഞ്ഞു, മൊർദെഖായിയുടെ കാര്യങ്ങൾ തിരിഞ്ഞു. ഒരു തിരിവ് ഈ ദിവസങ്ങളിൽ സംഭവിക്കും. ഈ ഉപവാസത്തിൽ അടുത്ത ദിവസങ്ങളിൽ വളരെ 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 നിർണായക സമയങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ. ഒട്ടും സമയം കളയാതെ ആത്മസാന്നിധ്യത്തിനകത്ത് ഇരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് വ്യക്തമായിട്ട് സംസാരിക്കും. കേൾക്കുന്ന ചില ദൈവശബ്ദങ്ങൾ നിന്നെ മുന്നോട്ട് നയിക്കും. മുന്നോട്ട് നയിക്കുന്ന ദൈവശബ്ദത്തിനകത്ത് ചില ദൈവപ്രവൃത്തികളെ സാക്ഷ്യങ്ങൾ നിനക്ക് പറയാനുണ്ടായിരിക്കും. ഇന്ന് വരെ കാണാത്ത ചില വിടുതലുകൾ, നാളുകൾക്ക് മുമ്പ് കേട്ട ചില വാഗ്ദത്തങ്ങൾ പോലും നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന, നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ചില ദൈവാലോചനകളെ, നിവർത്തികളെ ആത്മാവ് ഈ ദിവസങ്ങളിൽ തരാൻ പോവുക. രാജാവിന്റെ ഉറക്കത്തെ കെടുത്തി, ഹാമാന്റെ ഉറക്കത്തെ കെടുത്തി, മൊർദെഖായിയുടെ ഉറക്കത്തെയും കെടുത്തി. ഹാമാന്റെ ഉറക്കം കെട്ടത് വേറൊന്നിനുമല്ല, കഴുകുമരം ഉണ്ടാക്കാനാ. മൊർദെഖായിയുടെ ഉറക്കം കെട്ടത് വേറൊന്നിനുമല്ല, കരഞ്ഞു പ്രാർത്ഥിക്കാനാ. രാജാവിന്റെ ഉറക്കം കെട്ടത് വേറൊന്നിനുമല്ല, ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ ഒരു ദൈവപ്രവൃത്തിക്ക് അവനെ ഉപയോഗിക്കാനാ. അടകച്ചസിയാതന. ഈ ദിവസങ്ങളിൽ നിന്റെ ഉറക്കം ചിലത് കെടുത്തു. ദൈവസേന ഇരുന്ന് കരഞ്ഞോണം കേട്ടോ. ഒന്നും ചെയ്യണ്ട, നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നീ ഇരുന്ന് കരഞ്ഞോണം. രാവിലെ നീ കാണുന്ന കാഴ്ച, നിനക്കെതിരായിട്ട് തല ഉയർത്തി നിൽക്കുന്ന ഹാമാൻ ആ കഴുകുമരത്തിന്റെ മുമ്പിൽ തല കുനിയും. ആ കഴുകുമരത്തിന്റെ മുമ്പിൽ രാജാവിന്റെ കുതിരപ്പുറത്തിരുന്ന് നീ തല ഉയർത്തും. അടകജകല ഘടകച്ചസിയാതന അടകജകല ഘടകച്ചസി. ഒരു തിരിവ് സംഭവിക്കുന്നു കേട്ടോ. ആത്മാവിനോട് വ്യക്തമായിട്ട് പറയുന്നു, ഒരു തിരിവ് സംഭവിക്കുന്നു, ഒരു തിരിവ് സംഭവിക്കുന്നു, ഒരു തിരിവ് സംഭവിക്കുന്നു. ഭവനത്തിനകത്ത ചിലതിനെ ടാർഗറ്റ് ചെയ്ത്, ഭവനത്തിനകത്ത ചിലതിനെ തെരഞ്ഞു പിടിച്ച് അടകജകല ഘടകച്ചസ്യ അകാല രോഗികളാക്കാൻ, അകാല മരണം വരുത്താൻ വാദിച്ച് ആവാഹിച്ചു വിട്ട ചില ക്ഷുദ്ര ശക്തികൾ ഇന്നത്തെ ദിവസം കത്തിച്ചു കളയുന്നു. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചോ, കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിയട്ടെ, 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 അഴിയട്ടെ. ഭയങ്കര വിടുതൽ ഇന്ന് രാവിലെ നടക്കട്ടെ. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി. ൂടാവാര ബൗഡാവാര ധീരാജാന വൈഡാജാന അർത്ഥമാന വൈഡാബാബ ധൂബാബാബ ശംബാബാബ ധൂബാബാബ ധൂബരഗൗഡ ധീകരകാര ധൂരാബാബ. കൂടാറാബ രാഗാദാന വൈഡാബാബ കൂടക്കാര വൈഡക്കാന ധൂരപ്പാന. യേശുവിന്റെ നാമത്തിൽ ഒരു തിരിവ് സംഭവിക്കുകയാ, ഒരു തിരിവ് സംഭവിക്കുകയാ, ഒരു തിരിവ് സംഭവിക്കുകയാ, ഒരു തിരിവ് സംഭവിക്കുകയാ. ആമേൻ, ആമേൻ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. വളരെ വിഷമത്തോടെ, വളരെ വേദനയോടെ ആരോൻ എന്തോ ചെയ്തത്. ഹല്ലേലൂയ. ആമേൻ. സമാഗമന കൂടാരത്തിലെ സാക്ഷ്യപ്പെട്ടതിന്റെ അടുത്തോട്ട് ചെന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിഷമത്തോടാ ചെന്നത്. ആമേൻ. പക്ഷേ അവൻ കണ്ടതൊരു ദൈവപ്രവൃത്തിയാ. ഈ ഉപവാസം കഴിയുമ്പോ വിഷമത്തോട്ടിരിക്കുന്ന ചില ദൈവപ്രവൃത്തി കാണാൻ പോവാ. ആ ദൈവദാസിയോട് ദൂത് പറഞ്ഞതുപോലെ തലേ രാത്രി കരഞ്ഞ് കരഞ്ഞ് നേരം വിളിപ്പിച്ച ആമേ മൊർദെഖായി, തലേ രാത്രി കരഞ്ഞ് നേരം വിളിപ്പിച്ച ആമേ മൊർദെഖായി. പിറ്റേന്ന് നടന്ന സംഭവം, ആമേൻ, 50 മുഴം ഉയരമുള്ള കഴുകുമരത്തിന്റെ മുമ്പിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കുകയാ. എന്നാൽ തലേ രാത്രി ഹാമാനെ തകർക്കാൻ കഴുകുമരം ഉണ്ടാക്കിയ ഹാമാൻ ആ കഴുകുമരത്തിന്റെ മുമ്പിൽ തല കുനിഞ്ഞു നിൽക്കുകയാ. കാരണം എന്താ നടന്നത്? ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി. ആമേൻ പറ, ആമേൻ പറ. ഞാൻ ഏറ്റെടുക്കുന്നെന്ന് പറ.
ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പും ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്നുള്ള രീതിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു ദൈവപ്രവൃത്തി, ഈ ചർച്ചിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ദൈവദാസന് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി ഒരു ദൈവപ്രവൃത്തി. കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ. വലത്തെ കരം തലയിലോട്ട് വെച്ച്, വലത്തെ കരം തലയിലോട്ട് വെച്ച്, ഇടത്തെ കരം നെഞ്ചോട് ചേർത്ത് വെച്ച്, ഈ വചനം ഞാൻ ഏറ്റെടുക്കുന്നെന്ന് പറ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പായിരുന്നത് പോലെ ആയിരിക്കത്തില്ല എന്റെ ജീവിതം എന്ന് പറ. ആമേൻ. ഒരു ദൈവപ്രവൃത്തി. പ്രാർത്ഥിച്ചേ ഒരു ദൈവപ്രവൃത്തി. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു ദൈവപ്രവൃത്തി. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു ദൈവപ്രവൃത്തി. പറ. ഈ ഇത് പ്രൊഫറ്റിക്കൽ ആക്ഷൻ. ആമേൻ. നിയോഗത്തോടെ ഞാൻ ചുമ്മാ ചെയ്യിക്കുമല്ല. നിന്റെ വലത്തെ കരം നിന്റെ തലയിൽ വെക്കുമ്പോ ചില ശാപം പൊട്ടുക. മനുഷ്യർ വാക്കുകൾ കൊണ്ട് നിന്നെ ബന്ധിച്ച ബന്ധനം പരിശുദ്ധാത്മ ഇറങ്ങി അഴിക്കുക. ചുറ്റിക്കെട്ടിയ കെട്ടുകൾ അഴിയട്ടെ. ചില കുരുക്കിയിട്ട കുരുക്കുകൾ അഴിയട്ടെ. ഇന്ന് രാവിലെ ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി. കരമടിച്ചാരാധിച്ചോ. ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി. അവൻ ഏറ്റെടുക്ക. ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിലെ ദൈവപ്രവൃത്തി. കുരുക്കിയിട്ട കുരുക്കുകൾ അഴിയുന്നു. കുരുക്കിയിട്ട കുരുക്കഴിയുന്നു. ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി. ഭവനത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി. ഒരു ദൈവപ്രവൃത്തി ഏറ്റെടുക്കും. ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി. വിട്ടുകൊടുത്ത് ആരാധിക്കും. നല്ലവരെ ആരാധിക്കുക. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി. ഒരു ദൈവപ്രവൃത്തി. ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി. ചൂടാ ബാബ, കൂടവരമ്പ, കൂടാ ബാബ. ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി. ഏറ്റെടുക്ക. ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി. ഒരു ദൈവപ്രവൃത്തി ഏറ്റെടുക്ക. ഒരു ദൈവപ്രവൃത്തി. ഫയർ. തീ. ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി. ഇനി ദൈവം കാര്യങ്ങൾ തീരുമാനിക്കും. അഭിഷേകം കാര്യങ്ങൾ തീരുമാനിക്കും. നിന്റെ ജീവിതത്തിനകത്തുള്ള നിർണായകമായ ചില തീരുമാനങ്ങൾ ദൈവം തീരുമാനിക്കും. നിന്റെ ജീവിതത്തിനകത്ത് നടക്കേണ്ട ചില ദൈവപ്രവൃത്തികൾ ദൈവം തീരുമാനിച്ച പോലെ നടക്കും. ഒരു കുട്ടി പിശാചിനും അതിനെ തടയാൻ പറ്റത്തില്ല. ഒരു പൈശാചിക മണ്ഡലത്തിനും അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വെള്ളത്തിന്റെ ഗന്ധമില്ലാതെ, ആമേൻ ആമേൻ ആമേൻ, വേരിന്റെ സഹായമില്ലാതെ, മണ്ണിന്റെ സഹായമില്ലാതെ, ഒറ്റ രാത്രി കൊണ്ട് ഏറ്റെടുത്ത് ആരാധിക്ക. ഈ നിമിഷം തൊട്ട് മീറ്റിംഗിന് അന്തരീക്ഷം മാറുക. ഏറ്റെടുത്ത് ആരാധിക്ക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത് ആരാധിക്ക. ചില കെട്ടുകൾ അഴിയട്ടെ, ചില കെട്ടുകൾ അഴിയട്ടെ, ചില കെട്ടുകൾ അഴിയട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഏറ്റെടുത്ത് ആരാധിക്കുക. ദൈവശക്തി, 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 ദൈവശക്തി. ദൈവശക്തി, 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 ദൈവശക്തി. വീട്ടിനകത്ത് ദൈവപ്രവൃത്തി, വീട്ടിനകത്ത് ദൈവപ്രവൃത്തി.
Shwarababa. Hudarabalaba. Shandaradana. Ramarararara. Labra tarararara. Baba baba. Hudababa. 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 Ah. 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 ദൈവപ്രവൃത്തി. ആ പദം പറഞ്ഞ് ആരാധിക്ക്. ആ പദം പറഞ്ഞ് ആരാധിക്ക്. യേശുവിന്റെ നാമത്തില് കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ തളർത്തിരിക്കുന്ന വടിയെടുത്ത അഹരോന്റെ തല ഇപ്പൊ എങ്ങനെ ഇരിക്കുക? കാരണം നടന്ന എന്തുവാ? ഒരു ദൈവപ്രവൃത്തിയാ. മറ്റേ ചിരിച്ചമാരുടെ തലയിൽ എപ്പോ എങ്ങനെ ഇരിക്കുക? ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവനും ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. വീണ്ടും കാണും. മലാക്കി 3:16 വീണ്ടും കാണും. വീണ്ടും കാണും. ഈ ഉപവാസം കഴിയുമ്പോൾ വീണ്ടും ചിലത് കാണും. വീണ്ടും ചിലത് കാണും. ഈ ഉപവാസം കഴിയുമ്പോൾ വീണ്ടും ചിലത് കാണും. ആമേ ആമേ. ഹാലേ. കർത്തൃദാസിയോട് ദൈവാത്മാ ഒരു ദൂത് പറയുന്നു കേട്ടോ. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. ആമേൻ 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 ആമേൻ. ഹാലലിയ. ഈ ദേശത്തിലെ ചില പോരികൾ നിങ്ങളെ ശാരീരികമായിട്ട് ഒതുക്കിക്കളയാൻ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ. ആത്മാശക്തി സംഭരിച്ചോണം. അഭിഷേകത്തിൽ നിന്നോണം കേട്ടോ. അഭിഷേകത്തിൽ നിന്നോണം. ആമേൻ. ദൈവനിയോഗം ഇല്ലാത്ത ചില വിഷയങ്ങൾക്ക് മധ്യസ്ഥ അണക്കരുത്. ദൈവനിയോഗം, ദൈവത്തിന്റെ ചില വ്യക്തമായ ഗൈഡൻസ് ഇല്ലാതെ ചില പ്രത്യേക വിഷയങ്ങൾക്ക് മധ്യസ്ഥ അണക്കരുത്. കാരണം ചിലതിനെ മാനസാന്തരപ്പെടുത്താൻ ദൈവം ചില വിഷയങ്ങൾ അനുവദിക്കുന്നുണ്ട്. അത് നീ ഏറ്റെടുക്കരുത്. അത് അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരേണ്ട ആവശ്യമാണ്. അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരേണ്ട അത്യാവശ്യമാണ്. ആ വിഷയം നീ ആവശ്യമില്ല ഏറ്റെടുത്ത് ശരീരത്തിനകത്ത് ദണ്ഡനമേൽക്കരുതെന്ന് കർത്തൃദാസിയോട് ദൈവാത്മ ദൂത് പറയുക. ചേർന്ന് രാമയും പറഞ്ഞേ. ദൈവം തെരഞ്ഞെടുത്തവരെ ദൈവം തെളിയിച്ചു. ഇപ്പൊ ഇവന്മാർക്കൊന്നും മിണ്ടണ്ട. കാരണം മാസങ്ങൾ കൊണ്ട് നടക്കേണ്ട പ്രവൃത്തി ഒറ്റ രാത്രി കൊണ്ട് നടന്നേ. രാമൻ ഒരു ചെടി കിളിക്കാൻ തന്നെ ആഴ്ചകൾ എടുക്കും. ബദാമിന്റെ ആണെങ്കിൽ അതുപോലെ എടുക്കും. മനസ്സിലായോ? കാലപ്പഴക്കം ചെന്ന വിഷയങ്ങളെ ദൈവസാന്നിധ്യം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് കൈകാര്യം ചെയ്യും ദൈവം. കാലപ്പഴക്കം ചെന്ന ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. കാലപ്പഴക്കം ചെന്ന ചില വിഷയങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം കൈകാര്യം ചെയ്യും. ഈ രായ്ച്ചാന്റെ വിഷയത്തിന് ലാസ്റ്റ് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ അയാൾ പറഞ്ഞൊരു പദം എന്നെ ഞാൻ അവിടെ നിന്ന് ചിരിച്ച്. ആമേൻ. ഇത് സാധാരണ താഴോട്ട് വരുന്നതല്ല, പിന്നെ എങ്ങനെ ഇത് വന്നേന്ന് അറിയത്തില്ല. മേലോട്ട് പോകുന്ന സാധനം എന്ത് ചെയ്യത്തില്ല, ആ ലെവലിൽ നിൽക്കും. കുറച്ച് കഴിഞ്ഞ് പിന്നെ മേലോട്ട് പോകും. പക്ഷെ താഴോട്ട് വരുന്ന പരിപാടി ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഇത് ഞങ്ങളുടെ ദൈവത്തിന്റെ പ്രവൃത്തിയാ. ഇത് ഞങ്ങളുടെ ദൈവത്തിന്റെ പ്രവൃത്തിയാ. ഇത് ഞങ്ങളുടെ ദൈവത്തിന്റെ പ്രവൃത്തിയാ. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ പുസ്തകത്തിനകത്ത് എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു പദമുണ്ട്. നിങ്ങൾ ആരെങ്കിലും മോർണിംഗ് മന്ന മെസ്സേജ് കേൾക്കുന്നവരാണോ? 12 പേര് കേൾക്കുന്നവരാ. ഓക്കെ. ഹല്ലേലൂയ. ആ മെസ്സേജിനകത്ത് ഞാൻ ഇപ്പോഴാ യൂട്യൂബിലായത്. അതിനു മുമ്പ് ഒരു 4-5 വർഷം പ്രമാണം വാട്സാപ്പിൽ മാത്രമായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. എനിക്കൊന്ന് യൂട്യൂബിൽ ഉണ്ടെന്ന് തോന്നുന്നു. നെഹമ്യാവിന്റെ ആ ദൈവനെ പഠിപ്പിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനകത്ത് 6ാം അധ്യായത്തിൽ ഒരു പ്രത്യേക വാക്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഈ മതിൽ 52 ദിവസം കൊണ്ട് പണിത് കഴിഞ്ഞിട്ട് അവിടെ ആ വാക്യം ഒന്ന് വായിക്കാൻ എടുത്തെങ്കിൽ 6:16 തോന്നുന്നു. ആ പാരഗ്രാഫ്, ലാസ്റ്റ് പാരഗ്രാഫ് തുടങ്ങുന്നു. ഇങ്ങനെ മതിൽ 52 ദിവസം കൊണ്ട് പണിതു. ആ വാക്യം പറയാനാണ് ഞാൻ വന്നത്. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോ ഒരാമേൻ പറഞ്ഞേ. ഈ ഉപവാസം കഴിയുമ്പോൾ ദൈവാസനെ ജാതികൾ ഭയപ്പെടും. കാരണം ചിലത് ഫിനിഷ് ആയെന്ന് ദൈവം തെളിയിക്കും. അടുത്ത പദം അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായിട്ട് തോന്നി. ഇവന്മാരെന്തുവായിരുന്നു ഈ പണി തുടങ്ങുന്ന സമയത്ത് പറഞ്ഞേ?
ഒരു കുറക്കം കയറിയ ഈ മതിൽ വീഴും. ഈ ദുർബലന്മാർ എന്നാ ചെയ്യാൻ പോവാ? ഒരു ദിവസം കൊണ്ട് പണി അങ്ങോട്ട് തീർക്കുവോ? ഒരു കുറുക്കം കയറിയ വീഴത്തേ ഉള്ളൂ. പക്ഷെ ഇത് വാക്കുകൾ കൊണ്ട് താർക്കാന്ന് പറയുന്നത് മനസ്സിലായോ? അങ്ങനെ വാക്കുകൾ കൊണ്ട് മുറിവേറ്റവരിനകത്തുണ്ടെന്ന് മുമ്പേ ദൈവത്തിന്റെ ആത്മാ പറഞ്ഞത്. വാക്കുകൾ കൊണ്ട് മുറിവേൽക്കുന്നതിന് നമ്മൾ എന്തുകൊണ്ടാണ് മറികടക്കുന്നതെന്ന് അറിയാവോ? ദൈവസന്നിധിയിലുള്ള ചില വിശ്വാസ പ്രഖ്യാപനം കൊണ്ട് മറികടക്കണം. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നതിന് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം കൊണ്ട് മറികടക്കണം. നെഹമ്യാവ് മറികടന്ന വാക്കാ ആ നെഹമ്യാവിന്റെ പുസ്തകത്തിലെ താക്കോൽ വാക്യം. നിങ്ങൾക്കറിയാം, പറഞ്ഞ ആ വാക്യം, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്ക് ഇതിനകത്തൊരു ഓഹരിയില്ല, അവകാശമില്ല, ജ്ഞാപകമില്ല. രാമേൻ പറയാൻ പറ്റുമോ? നിങ്ങളെ വാക്കുകൾ കൊണ്ട് നിങ്ങളെ പരിഹസിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന, ഹല്ലേലൂയ, ഇതിന്റെ നേരെ നിങ്ങൾ വിശ്വാസത്തിന് നിയോഗത്തോടെ ചില വിശ്വാസത്തിന്റെ പ്രഖ്യാപനം പ്രഖ്യാപിക്കാവോ? അത് ദൈവം ചെയ്തു തരും. ഞങ്ങൾ നിൽക്കുന്ന ചർച്ചക്കോട് എന്ന് പറയുന്ന പ്രസ്ഥാനത്തില്ല. ചർച്ചക്കോടിനോട് ചേർന്ന് നിൽക്കുന്നതേ ഉള്ളൂ. ഫുള്ളും ചർച്ചക്കോടിനകത്ത് അങ്ങ് എഴുതി കൊടുത്തൊന്നുമില്ല. കാരണം എഴുതി കൊടുത്ത അടുത്ത ദിവസം നമ്മളെ ഈ എന്താ പറയാ പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നതിൻ്റെ തൊട്ട് ഏതെങ്കിലും കാട്ടിലോട്ട് വിടും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതി കൊടുത്തൊന്നുമില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവം നമ്മ ദർശനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഞാൻ വളർന്നൊക്കെ അതിനകത്താ. പ്രൈസലോ 95 വരെ ചർച്ചക്കോടിന് സ്വന്തമായിട്ട് കൺവെൻഷൻ ഗ്രൗണ്ട് ഇല്ലായിരുന്നു. 95 വരെ മാറി മാറി പല ഗ്രൗണ്ടിൽ, IPCയുടെ ഉൾപ്പെടെ ഗ്രൗണ്ടിലാണ് കൺവെൻഷൻ നടത്തുന്നത്. പ്രൈസലോ ആ 95 കൺവെൻഷൻ പ്ലാൻ ചെയ്തിട്ട് അന്ന് 400 സഭകളെ ചർച്ചക്കോടിനുള്ളൂ. എല്ലാം ചെറിയ ചെറിയ സഭകളാണ്. അന്ന് കൺവെൻഷൻ പ്ലാൻ ചെയ്ത് തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിനകത്താണ്. ആമേൻ. ആ കൺവെൻഷൻ പ്ലാൻ ചെയ്ത് ലാസ്റ്റ് ആഴ്ച ആയപ്പോൾ മുനിസിപ്പൽ അധികാരികൾ പറയാൻ നടത്താൻ പറ്റത്തില്ല. അവസാനം ഹെബ്രോൻ പുരത്തിലാണ് ചർച്ചക്കോടിന്റെ കൺവെൻഷൻ ആ സമയം ലാസ്റ്റ് നടന്നത്. വളരെ ബുദ്ധിമുട്ടി, വളരെ കഷ്ടപ്പെട്ടു. പക്ഷെ ആ കൺവെൻഷന്റെ ലാസ്റ്റ് ഡേയിൽ സൺഡേ അന്നത്തെ ചർച്ചക്കോടിന്റെ സ്റ്റേറ്റ് ഓവർസിയർ ആയിരുന്ന PAV സാംസാർ അവിടെ നിന്നുകൊണ്ട് പരസ്യമായിട്ടൊരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചു. അടുത്ത വർഷം നമ്മൾ നമ്മുടെ സ്വന്തം ഗ്രൗണ്ടിൽ കർത്താവിനെ ആരാധിക്കും. ദൈവമക്കളെ, മാനുഷികമായിട്ട് നോക്കിയാൽ നടക്കത്തില്ല. കാരണം വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ ആ സമയം ചർച്ചക്കോട് പോയിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. ആ സമയത്ത് പക്ഷേ ഈ അഭിഷക്തൻ നിയോഗത്തോടെ വാക്ക് പറഞ്ഞ്, നിങ്ങൾക്കറിയാമോ, അടുത്ത വർഷമാകുന്നതിന് മുമ്പ് തന്നെ തിരുവല്ലായി രാമൻചിറയിൽ ഏക്കറുകൾ മേടിക്കാൻ ദൈവം കൃപ ചെയ്തു. അതിനെ ബിൽഡ് ചെയ്ത് അതിനെ ലെവലാക്കി അവിടെയായി ഇപ്പൊ ചർച്ചക്കോട് സ്റ്റേറ്റ് കൺവെൻഷൻ നടക്കുന്നത്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ ഉപവാസത്തിന്റെ ഇടയിലൊക്കെ നിയോഗത്തോടെ ചിലത് പറയാൻ സ്വർഗം നിങ്ങൾക്ക് കൃപ തരും. ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ പ്രഖ്യാപനമായിരുന്നു ഡിസംബർ 31 മുമ്പ് ഞങ്ങളുടെ പുതിയ ചർച്ചിൽ കയറണമെന്നുള്ളത്. 29 തീയതി അത് ചെയ്ത് തന്നെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, നീ വിശ്വാസത്തോടെ ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രഖ്യാപിക്കുന്ന വാക്കുകളെ ദൈവം ദൂതന്മാരെ വിട്ട് സാധിപ്പിച്ചു തരും. അതുകൊണ്ട് ഞാൻ പറയാം, ഡോണ്ട് സ്പീക്ക് നെഗറ്റീവ് വേർഡ്സ്. നെഗറ്റീവ് വാക്കുകൾ നിങ്ങൾ പറയരുത്, നെഗറ്റീവ് പറയരുത്. പിന്നെ എൻ്റെ ദൈവത്താൽ അത് ചെയ്യാൻ കഴിയും, എൻ്റെ ദൈവത്താൽ അത് നടക്കും. ആമേൻ, ആമേൻ. മൂന്നാമത് അവിടെ പറയുന്ന ഒരു പദമുണ്ട്. ആ വാക്യം കൂടെ വായിച്ചിട്ട് മെസ്സേജിലോട്ട് നമുക്ക് വരാം. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ കയ്യാൽ സാധ്യമായി എന്നവർ ഗ്രഹിച്ചു. എല്ലാം പിടികിട്ടിയോ? 52 ദിവസം കൊണ്ട് ഈ മതിൽ പണി തീർത്തത് ഇവന്റെ കഴിവുകൊണ്ടല്ല, ദൈവത്തിന്റെ സഹായത്താലാണ്. രാമേൻ പറയാവോ? ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവത്തിന്റെ സഹായത്താൽ നിന്റെ ലൈഫിൽ അത് നടന്നെന്ന്. ഇതുവരെ നിന്നെ ദേഷിച്ച ചിലർ കാണാൻ പോവാ, ഇതുവരെ നിന്നെ മുറിവേൽപ്പിച്ച ചിലർ കാണാൻ പോവാ. ചേർന്ന് രാമൻ ഉറക്കെ പറഞ്ഞേ, ശക്തിയോടെ രാമൻ പറഞ്ഞേ. അങ്ങനെ കണ്ടാൽ എന്തോ സംഭവിക്കും? ദൈവമാണ് ഇതിന് കാരണക്കാരനായെന്ന് അവന് മനസ്സിലായി. എന്തോ സംഭവിക്കും? നിന്നെ ചൊറിയാൻ വരുന്ന അവൻ നിർത്തും. കാരണം നിന്നെ ചൊറിയാൻ വന്ന ദൈവം ഇടപെടുമെന്ന് അവന് മനസ്സിലാവും. ചേർന്ന് രാമൻ പറ. 7 ദിവസം പിന്തുടർന്ന് വന്ന ലാബാൻ അടുത്ത ദിവസം യാക്കോബിനെ പിടിക്കാൻ പോവുക. പക്ഷെ തലേ രാത്രി ലാബാനോട് പറയാ, യാക്കോബിനെ തൊട്ടുപോയേക്കല്ലേ, ഗുണമെങ്കിലും ദോഷമെങ്കിലും അവന്റെ നേരെ ചെയ്തു പോയേക്കല്ലേ.
കാരണം ഞാൻ പറഞ്ഞിട്ട് അവൻ ഇറങ്ങി തിരിച്ചേക്കുന്നേ. ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാ പറയുക, നീ വിശ്വസ്തയോടെ ഈ പ്രമാണത്തിന് വേണ്ടി നിന്നാ മതി. നീ വിശ്വസ്തയോടെ, വക്രതയില്ലാതെ, വെള്ളം ചേർക്കാതെ ഈ പ്രമാണത്തിന് വേണ്ടി നിന്നാ മതി. ദൈവം ചിലത് നിനക്ക് വേണ്ടി തെളിയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിന്റെ ഇലക്ട്രിസിറ്റി കണക്ഷൻ, ആമേൻ. എല്ലാവരും പറയും ഇലക്ട്രിസിറ്റിക്ക് ഭയങ്കര പ്രയാസം, ബുദ്ധിമുട്ടാ, ആടെയാക്കോടെ എല്ലാം പറയാറ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി കണക്ഷൻ ചേഞ്ച് ആക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥിച്ചു കേട്ടോ. ഞങ്ങളുടെ ചർച്ചിന്റെ ആ കൺസ്ട്രക്ഷന്റെ വിജയം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. നിങ്ങൾ വിശ്വസിക്കുവോ? ഹല്ലേലൂയ. തകർപ്പം മഴ പെയ്യുന്ന അന്ന കോൺക്രീറ്റിംഗ് നടന്ന ലാസ്റ്റ് കോൺക്രീറ്റിംഗ് 50 മീറ്റർ പരിസരത്ത് മഴ പെയ്തു. ചർച്ചിന്റെ അവിടെ മഴ പെയ്തില്ല. വിശ്വസിക്കുവോ? ഞങ്ങളുടെ സഹോദരന്മാർ രാത്രിയിൽ ടാർപ്പാളിനെടുക്കാൻ പോകുമ്പോൾ, പാസ്റ്ററെ ഇവിടെ എല്ലാം ആമേൻ ഹല്ലേലൂയ, ഈ എന്താ പറയാ, മുട്ടറ്റം വെള്ളമായി, അവിടെ എന്തോ എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു തുള്ളി പോലും മഴ പെയ്തിട്ടില്ല. ദൈവം നിർത്തി അത് ചെയ്യിച്ചു. ഹല്ലേലൂയ. അതല്ല ഞാൻ പറയാൻ വന്നേ. ഇലക്ട്രിസിറ്റിയുടെ വിഷയത്തിന് ഹല്ലേലൂയ ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ ആ പേപ്പറും കൊണ്ട് വട്ടപ്പാറ KCB ഓഫീസിലോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ഓവർസിയർ എഴുന്നേറ്റ് എൻ്റെ ആ പേപ്പർ മേടിക്കുന്നു. 4-5 പേര് ഉച്ചയ്ക്ക് 2 മണിക്ക് അവരെ കാണാൻ വേണ്ടി ഇരിക്കുക. കസേരയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇതുകൊണ്ട് ചെല്ലുമ്പോൾ അവർ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മേടിച്ചു. അയ്യോ, ഞാൻ ഞെട്ടിപ്പോയി. നോക്കിയപ്പോൾ എന്തുവാ, നമ്മൾ 10 വർഷത്തിന് മുമ്പ് ആ ദേശത്ത് വന്നപ്പോൾ പ്രാർത്ഥിച്ച ഒരു ക്യാൻസർ രോഗിയുടെ ഭാര്യ. അത് മനസ്സിലായി. ഞാൻ താമസിച്ച വീടിന്റെ ബാക്കിലായിരുന്നു അവരുടെ വീട്. അപ്പം ആമേൻ, അവരുടെ ഹസ്ബൻഡ് ക്യാൻസർ രോഗിയാണ്. ഞാൻ അവിടെ പോയി കട്ടിലിന്റെ താഴെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് പുള്ളി അങ്ങ് മരിച്ചു, കാരണം അത്രയും സീരിയസ് ആയിരുന്നു. പക്ഷെ ആ ജോലി ഇവർക്ക് കിട്ടി. എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. ബിനുപ്പാസ് ഇല്ലയോ? ഞാൻ പറഞ്ഞു ആണെന്ന്. ഹല്ലേലൂയ. എൻ്റെ പേപ്പർ മേടിച്ച് അവർ കയ്യിലോട്ട് മേടിച്ച് വെച്ചിട്ട്, കാരണം എന്താ പറയാ, കൺസ്ട്രക്ഷൻ മേടിച്ച് ഓൾറെഡി കണക്ഷൻ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ വട്ടപ്പാറ വന്നൊരു ചായ കുടിച്ചു വയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ താഴത്തെ 2 ഓഫീസർമാർ വന്നിട്ട് അവിടെ കണക്ഷൻ ശരിയാക്കിയിട്ട് പോയി. നിങ്ങൾക്കിത് ഒരു സന്തോഷം തോന്നത്തില്ല, കാരണം ഞങ്ങളുടെ കാര്യമില്ലയോ? പ്രിയ ദൈവമക്കളെ, ഒരു പൈസ പോലും കൈക്കൂലി കൊടുക്കേണ്ടി വന്നില്ല. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, നിന്റെ ദൈവത്തിന്റെ കയ്യാൽ സാധ്യമായി എന്ന് ചിലർ ഗ്രഹിക്കുന്നു. ദൈവമാണിത് ചെയ്ത് തന്നതെന്ന് ഗ്രഹിക്കും. ആമേൻ. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ദൈവം ചെയ്തു തരും. അങ്ങനെ ഒരു വിടുതൽ ദൈവം ചെയ്തു തരും. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നടക്കുമെന്ന്. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ നടക്കും, നിങ്ങളുടെ വിഷയങ്ങളെ നടക്കും. കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ എബനേസർ. ഇനിയാ നമ്മള് മെസ്സേജിലോട്ട് കയറാൻ പോകുന്നത്. എല്ലാവരും പറഞ്ഞേ എബനേസർ, എബനേസർ. എബനേസർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു. എപ്പോഴും ഇങ്ങനത്തുള്ള അന്തരീക്ഷം വെളിപ്പെടത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ ഇവിടെ തുറന്നു കിടക്കുന്ന ഈ അന്തരീക്ഷം എപ്പോഴും വെളിപ്പെടത്തില്ല. വെളിപ്പെടുമ്പോൾ മാക്സിമം അങ്ങ് സ്വീകരിച്ചോണം. പിന്നെ നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ചേർന്ന രാമയും പറ. കഴിഞ്ഞ ദിവസങ്ങൾ എല്ലാ സങ്കടം കൂടെ ഇന്ന് പകല് ദൈവം അങ്ങ് തീർത്തു തരട്ടെ. ചേർന്ന രാമയും പറഞ്ഞേ. കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. നല്ല പോലെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമൂവേൽ ഒരു കല്ലെടുത്ത് വെച്ചാണ് എന്തോ പറയുന്നത്, എബനേസർ എന്ന് പറയുന്നത്. ഒരു കല്ലെടുത്ത് വെച്ച് അല്ലേ, എബനേസർ. ഇത്രത്തോളം യഹോവ. എവിടെയാ കല്ലെടുത്ത് വെച്ചേ? മിസ്പ ശേൻ, ഇതിന്റെ നടുവിലാ. എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം, ഇതിനപ്പുറത്തേക്ക് പൈശാചിക മണ്ഡലമേ നിനക്ക് വരാൻ അധികാരമില്ല. ഇരുട്ടിന്റെ അധികാരമേ നിനക്ക് വരാൻ അധികാരമില്ല. മനസ്സിലായോ? ഇരുട്ടിന്റെ ശക്തികൾക്ക് അതിര് കൽപ്പിക്കുന്നത് ആമേ ഞാനും നിങ്ങളുമാ. അഭിഷേകമുള്ള ഞാനും നിങ്ങളുമാ അന്ധകാര ശക്തികൾക്ക് അതിര് കൽപ്പിക്കുന്നത്. യോബിനകത്തൊരു വാക്യമുണ്ട്, മനുഷ്യൻ അന്ധകാരത്തിന് അതിർ വെക്കുന്നു. പറ്റുമോ? മനുഷ്യർ അവന്റെ നേരെ കൈകൊട്ടും, അവന്റെ സ്ഥലത്ത് നിന്ന് അവനെ വിരട്ടി പുറത്താക്കും. രാമേൻ പറ. ഞാൻ പറയുന്നത് ഇങ്ങനെ വെറ്റിലെ ചുണ്ണാമ്പ് കേൾക്കുന്നതിന്റെ തൊട്ട് സ്തോത്രഗീതം പാടുക, ഇങ്ങനെയുള്ളവരുടെ കാര്യമല്ല.
കണ്ടിട്ടുണ്ടോ ചിലർ ഇവിടെ ഇപ്പൊ കുറെ ഇപ്പൊ എല്ലാം ഡ്രം സെറ്റ് ഇവിടെ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ, കീബോർഡും വലിയ പരിപാടികളാ, ഡം 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 സൗണ്ടാ. പക്ഷെ പണ്ട് നേരെ തിരിച്ചായിരുന്നു. പണ്ട് കൈയടിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ അപ്പുറത്തെ പൂത വളകും. കണ്ടിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിശാച് ഇളകും, കയ്യടി നിർത്താൻ പറയും. കാരണം എന്തുവാ? ഇവനെ വിരട്ടി പുറത്താക്കുക. ചേർന്ന രാമൻ പറ ഹല്ലേലൂയ. അതിര് കൽപ്പിക്കും കേട്ടോ. ചില പൈശാചിക മണ്ഡലങ്ങൾക്ക് നിങ്ങൾ ഇടുന്ന അതിരായിരിക്കും അതിര്. ഞാൻ പറഞ്ഞില്ലയോ? ആമേ, കാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ആമേൻ ഹല്ലേലൂയ. ആ കുഞ്ഞിന് വേണേ വെളി കൊണ്ടുവച്ച് വെള്ളം കൊടുത്തു, കുഴപ്പമില്ല. ഹല്ലേലൂയ. നൂറ്റാണ്ടുകളായിട്ട് ദേശത്തെ അടക്കി വെച്ചിരുന്ന ഒരു സ്ഥലത്ത് 3 മാസം കൊണ്ട് കുറച്ച് പിള്ളാര് കയറി ആരാധന തുടങ്ങിയപ്പോ ശക്തി പറയാൻ ഇരിക്കാൻ പറ്റുന്നില്ലെന്ന്. നിങ്ങൾക്ക് വല്ലതും പിടി കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ അതിന്റെ നിയന്ത്രണം ദൈവം നമ്മുടെ കയ്യിൽ തരുന്നെന്നല്ലേ അർത്ഥം. ആ ദേശത്തിന്റെ നിയന്ത്രണം നമ്മുടെ കരങ്ങളിൽ ദൈവം തരുന്നെന്നല്ലേ അതിന്റെ അർത്ഥം. ആത്മമണ്ഡലത്തിൽ ഇങ്ങനെ ചില ദൈവപ്രവൃത്തി നടന്നാലുണ്ടല്ലോ, ആത്മാക്കൾ കൂട്ടത്തോടെ സഭയ്ക്കകത്ത് കയറി വരും. ഷിഫ്റ്റുകൾ ആരാധന നടക്കും, പല ഷിഫ്റ്റിൽ ആരാധന നടക്കും കേട്ടോ. കുറിച്ചിട്ടോണം ദൈവദാസനെ ഇതൂത്. പല ഷിഫ്റ്റുകൾ ഈ ചർച്ചിനകത്ത് ആരാധന നടക്കും. കാഴ്ചപ്പാട് മാറണം. ആദ്യം ചിന്താഗതിക്ക് മാറ്റം ഉണ്ടാകണം. ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബം എന്നുള്ള കൺസെപ്റ്റ് മാറണം. ഈ ദേശം മുഴുവൻ ഈ ആലയത്തിൽ വരണമെന്നുള്ള കൺസെപ്റ്റിലേക്ക് വരണം. അപ്പോഴാ ഒരു ആത്മഭാരം വരുന്നത്, അപ്പോഴാ ഒരു പ്രാർത്ഥന പൊങ്ങുന്നത്. ആ പ്രാർത്ഥന കേട്ട ദൈവം ആത്മാക്കളെ കൊണ്ടുവരും. ആമേൻ ഹല്ലേലൂയ. ചില പുള്ളികൾക്ക്, ഞങ്ങളുടെ ചർച്ചിലില്ല കേട്ടോ, ചില പുള്ളികൾക്ക് ആമേൻ പുതിയ ആത്മാക്കൾ വരുന്നത് ഇഷ്ടമല്ല. ഇവിടെ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ആരും ഇല്ലാത്തതിനായിട്ട് സ്വത്രം. പുതിയ ആൾക്കാർ വന്ന് അവരെ ടാർഗറ്റ് ചെയ്യും. അവരെ 2 മുറിവേൽപ്പിക്കുന്ന വാക്ക് പറഞ്ഞ് അവരെ പറഞ്ഞു വിടും. പാസ് പോലും അറിയത്തില്ല. പാസ്റ്ററുടെ കുടലുണക്കി പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവർ ആത്മാവ് പുതിയതായിട്ട് വരുന്നത് പാസ്റ്റർ അറിയത്തില്ല. അടികൊള്ളാൻ ചെണ്ട പണം വാരം ആരാരെന്ന് പറയുന്നതിന്റെ കൂട്ടാ. ആമേ പ്രാർത്ഥിച്ച് കുടലുണക്കിയ ദൈവദാസൻ ഇരിക്കുമ്പോൾ ഒരു പുതിയൊരു ആത്മാവ് വരുന്നത് കാണുമ്പോൾ എന്തോ സന്തോഷമെന്നറിയോ. ഞങ്ങൾ ദൈവദാസന്മാരായിട്ടറിയോ, ലക്ഷങ്ങൾ കൈ തരുന്നതിനെക്കാട്ടി സന്തോഷം പുതിയതായിട്ട് ഒരാൾ ചർച്ച വരുന്ന കാണുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ ഞാൻ വട്ടപ്പാറ പ്രവർത്തനം ആരംഭിച്ച് ഒരു ദിവസം വൈകിട്ട്, ഞാൻ കല്യാണം അന്ന് കഴിഞ്ഞിട്ടില്ല, അന്ന് കർത്താവ് മാത്രമേ ഉള്ളൂ നമുക്ക്. ആമേൻ. ഒരു വൈകിട്ട് ഞാനിങ്ങനെ ഇരിക്കുക, സിറ്റ് ഔട്ട് ഇരിക്കുമ്പോൾ ഒരു 7-8 പേര് കയറി ഇങ്ങ് വരുന്നു. മുറുക്കാനൊക്കെ ചവച്ച് കയ്യലി ചരടൊക്കെ കെട്ടി കാവ്യൊക്കെ കൊടുത്ത്. അന്നേരം മനസ്സിലായി RSSകാരാന്ന്. എൻ്റെ അടുത്ത് വന്നിരിക്കുക, ബിനുപാസ് ഉണ്ടോ? ഞാൻ കൊച്ചു പയ്യൻ, ഇത്രയേ ഉള്ളൂ. ഊതിയാ പറക്കും. ഞാൻ പറഞ്ഞു ഉണ്ട്, ഞാൻ തന്നെ ആന്ന് പറഞ്ഞു. ആ പ്രാർത്ഥിക്കാനാ വന്ന്. ഞാൻ പറഞ്ഞു കയറി ഇരിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോഴാണ് ഒരു ചെറുക്കൻ ഇങ്ങനെ വെട്ടുന്നു, ഇങ്ങനെ വെട്ടുന്നു. സുധീഷ് എന്നാ അവൻ്റെ പേര്, അപ്പൻ്റെ പേര് അനിലെന്നാ. അമ്മ സുധീഷ് എങ്ങനെയെന്ന് വെട്ടുന്നു. ഇവന് വേണ്ടി പ്രാർത്ഥിക്കാനാ വന്നത്. വട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ തൊട്ടപ്പുറം ഞങ്ങളുടെ ചർച്ചിന്റെ ഫ്രണ്ടിലാ. പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ടിട്ട് വരുക. ഇവൻ ആരെ കണ്ടാലും അടിക്കും. ഇവന് ചില സമയത്ത് വയലന്റ് ആവും. നാട്ടിലൊരു VIP അടിച്ചിട്ടാ പോലീസ് പിടിച്ചു. എല്ലാ ദിവസവും വന്ന് ഒപ്പിടാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ പട്ടത്തൊരു ആന്റി പറഞ്ഞു, വട്ടപ്പാറ ഒരു വിനുപ്പാസ് ഉണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. അയ്യോ, നമുക്ക് സന്തോഷമായി. 7-8 പേര് വന്നേക്കുക. ഞാൻ പിന്നെ അവിടുന്ന് കുറച്ചു നേരം വചനമൊക്കെ പറഞ്ഞ് ഇവനെ കർത്താവ് വിടുവിക്കും എന്ന് പറഞ്ഞ് രക്ഷയൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് ഈ ദേശത്ത് നീ എന്നെ അയച്ചു എന്നുള്ളതിന്റെ തെളിവായിട്ട് ഇവനെ സൗഖ്യമാക്കണേ. ഈ ദേശത്ത് നീ എന്നെ അയച്ചു എന്നുള്ളതിന്റെ തെളിവായിട്ട് ഇവനെ നീ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. നിങ്ങൾ വിശ്വസിക്കുക, സുധീഷ് സൗഖ്യമായി. അവൻ നോർമലായി. അവർക്ക് സന്തോഷമായി. പിറ്റേ ഞായറാഴ്ച നോക്കിയപ്പോൾ 7-8 പേര് ചർച്ചിൽ കയറി വരുന്നു. ഞാനും 2-3 പേരും മാത്രമേ ആരാധിക്കാനുള്ളൂ. ഇവരും കൂടെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇവർക്കുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്, എല്ലാ സൺഡേയും. 2 മാസം ഇങ്ങനെ വന്നു കേട്ടോ. 2 മാസം കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ കുഴിയാൻ തുടങ്ങി. അടുത്ത 1 മാസം കൂടെ കഴിഞ്ഞപ്പോൾ അവസാനം ഈ സുധീഷും അപ്പനും മാത്രം വന്നിട്ട് പറഞ്ഞു, സോറി കേട്ടോ, അടുത്ത ആഴ്ച തൊട്ട് ഞങ്ങൾ വരുത്തില്ല. അപ്പോഴത്തേക്ക് ഇവൻ എന്തോ ആയി, സൗഖ്യമായി. ഞാൻ ചോദിച്ചു, കർത്താവല്ലേ നിങ്ങളെ വിടുവിച്ചത്? യേശുവല്ലേ? അയ്യോ ആന്നാ, യേശു കാണപ്പെട്ടതയ്യോ, യേശു സത്യതയോ, യേശു കാണപ്പെട്ടതയോ. പക്ഷെ അടുത്ത ആഴ്ച തൊട്ട് ഞങ്ങൾ വരുന്നില്ല. ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഈ സുധീഷിന്റെ അപ്പൻ അനില് എന്നെ വീടിന്റെ ബാക്കിലോട്ട് കൊണ്ടുപോയി. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാ. ഇവിടെ പൂജ ചെയ്യുന്നത് ഞാനാ, അതെല്ലാ ദിവസവും ചെയ്യും. ഇത് കണ്ടോ, ഇത് നാട്ടുകാർ വരുന്ന ക്ഷേത്രമാ.
ഇവിടെ വേറെ പൂജാരി ഉണ്ട്, എങ്കിലും ഞാനും ഇടയ്ക്ക് പോയി പൂജ ചെയ്യും. ഇപ്പൊ ഞാൻ ചോദിച്ചു, സുധീഷിനെ സൗഖ്യമാക്കാൻ ഈ ദൈവം, അയ്യോ അത് പറ്റിയില്ല, അത് യേശു തന്നെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞെന്ന്, വർഷത്തിലൊരിക്കൽ ഈ അനിലിന്റെ ദേഹത്ത് ഇവിടുത്തെ ശക്തി കയറും. മനസ്സിലായോ? ഏതോ ഒരു പ്രത്യേക ദിവസം പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ശക്തി എന്ത് ചെയ്യും? ഈ അനിലെന്ന് പറഞ്ഞ പൂജാരിയുടെ ദേഹത്ത് കയറും. അന്നേരം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന പോലെ എന്ത് ചെയ്യും? ഞാൻ ചോദിച്ചു, ഈ ശക്തിക്ക് ഇവനെ സൗഖ്യമാക്കാൻ പറ്റിയോ? അദ്ദേഹം പറഞ്ഞില്ല, പറ്റിയില്ല. അത് യേശുവാ കാണപ്പെട്ട ദൈവം. ഹല്ലേലൂയ. എനിക്ക്